അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. تحصنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله بحق كافها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأسعدي. ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي. يا رب صل على النبي محمد منزل الخلائق من جهنم في غدي. വന്യരായ പൂക്കോയ തങ്ങളവർകളെ, മറ്റു പണ്ഡിത സുഹൃത്തുക്കളെ, ഉമറാക്കളെ, ഈ മഹത്തായ അനുഗ്രഹീത സംഗമത്തിൽ ഈ പരിശുദ്ധമായ രാത്രിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഔലിയാഇനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മഹാന്മാരായ സ്വാലിഹീങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ പരിസര പ്രദേശങ്ങളിലെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബ് നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നല്ലത് പറയാനും പഠിക്കാനും ചിന്തിക്കാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഇസ്സത്തുള്ള ജീവിതവും റാഹത്തുള്ള മരണവും അള്ളാഹു നമുക്ക് സാധ്യമാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ജമാദുൽ ഉഖ്റ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. വളരെ പവിത്രമായ 2-3 മാസങ്ങൾ ഇനി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ഇന്ന് ജമാദുൽ ആഖിർ 27 എൻ്റെ ഓർമ്മ. 28 ഇന്ന് മഗ്‌രിബോടുകൂടി 28 നമ്മൾ പ്രവേശിച്ചു. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച 29. ശനിയാഴ്ച മാസപ്പിറവി കണ്ടാൽ, അഥവാ ജമാദുൽ ഉഖ്റ 29 മാസപ്പിറവി കണ്ടാൽ ശനിയാഴ്ച മഗ്‌രിബോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധമായ റജബിലേക്ക് പ്രവേശിക്കും. അന്ന് മാസപ്പിറവി കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കി എന്തായാലും ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നമ്മൾ റജബിലേക്ക് പ്രവേശിക്കും. നമുക്കറിയാം, മുസ്ലിം ഉമ്മത്ത് വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. ഒരു പ്രത്യേകമായ ദുആ നമ്മൾ നടത്താൻ പോവുകയാണ് റജബ് മുതൽ. അതെന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ.
അല്ലാഹുവേ പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. പോരാ, വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം. മാത്രമല്ല വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ, ആ പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾക്ക് നിസ്കരിക്കണം, നോമ്പെടുക്കണം, തറാവീഹ് നിർവഹിക്കണം, മറ്റുള്ള സുഹൃതങ്ങളൊക്കെ ചെയ്യണം. അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് 2 മാസം തുടർച്ചയായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ റജബിലും ശഅബാനിലുമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ടെന്നാണ്. പ്രത്യേകിച്ച് റജബ് 1 രാവ്, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാണ്, അത് നമ്മൾ വല്ലാതെ കണക്കിലെടുക്കണം. റജബ് 1 രാവ് എന്ന് പറയുന്നത് ദുആഇന് ഇജാബത്തുള്ള രാവാണ് എന്ന് മഹാന്മാരായ ഉലമാ ഒത്തുസമ്മതിച്ച കാര്യമാണ്. ഒരു വർഷത്തിലെ 5 രാത്രികളിൽ ഇജാബത്തുണ്ടെന്നാണ്. അതിലെ ഒരു രാവെന്ന് പറയുന്നത് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, പരിശുദ്ധമായ റജബ് മാസത്തിലെ 1ാമത്തെ രാത്രിയാണ്, ആദ്യത്തെ രാത്രിയാണ് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു ആ രാവിനെ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ രാവിനൊരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജനനത്തിന് കാരണമായ അവിടത്തെ ഷറഫാക്കപ്പെട്ട നുതുഫത്ത് മഹാനായ അബ്ദുള്ള എന്ന് പറയുന്ന മുത്തുനബിയുടെ ഉപ്പയുടെ മുതുകിൽ നിന്ന് അവിടത്തെ പ്രിയപ്പെട്ട മാതാവായ സയ്യിദത്തുനാ ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ ഗർഭപാത്രത്തിലേക്ക്, ഉദരത്തിലേക്ക് നീങ്ങിയ രാവാണ് റജബ് 1 രാവെന്ന് പറയുന്നത്. അപ്പൊ അത് പ്രധാനപ്പെട്ട രാത്രിയാണ്, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ രാവാണ്. നമുക്കറിയാലോ, ആമിന ബീവി മുത്തുനബിയെ ഗർഭം ധരിക്കുന്നത് റജബിലാണ്. റജബിൽ ഗർഭം ധരിച്ചിട്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ് ഹബീബ് ഭൂമിയിലേക്ക് പൂജാതനാകുന്നത്. അതിന്റെ തുടക്കമാകുന്ന ഈ ലോകത്തിന്റെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭധാരണത്തിന്, അവിടുത്തെ ജന്മത്തിന് കാരണമായ ഗർഭധാരണത്തിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള, തീരുമാനിച്ചിട്ടുള്ള രാത്രിയാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം റജബ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാസമാണെന്നാണ്. അത് അള്ളാന്റെ മാസമാണ്. ഇതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും അള്ളാഹുവിന്റെ മാസമല്ല എന്നല്ല. നമ്മളങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു 4-5 കുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിനെ ചൂണ്ടിയിട്ട് നമ്മൾ പറയും ഓൻ ഇന്റെ കുട്ടിയാണെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളവരൊക്കെ ആരാൻ്റെതാണെന്നല്ലല്ലോ. മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഓൻ ഇന്റെ കുട്ടിയാണ്, ഞാൻ ആഗ്രഹിച്ച പോലെ വളർന്നു വരുന്ന കുട്ടിയാണ് ഓൻ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആ കുട്ടിക്ക് മഹത്വമുണ്ട്, ഫളിലുണ്ട്, ഖുസൂസിയത്തുണ്ട് എന്നാ. എന്നതുപോലെ ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ ടോട്ടൽ 12 മാസമാണുള്ളത്. ആ 12 മാസങ്ങളും അല്ലാഹുവിന്റെ മാസങ്ങൾ തന്നെ. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ചേർത്തി പറഞ്ഞ മാസമാണ് റജബുൻ ഷഹ്റുല്ലാഹ്. അത് അള്ളാന്റെ മാസമാണ്. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് ധാരാളമായി നിഅമത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന തുസബ്ബു ഫീഹിൽ ബറകാതു അലൽ ബറായാ, ബർക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മഹാന്മാരൊക്കെ അടുക്കാൻ, ചെന്ന് ചേരാൻ ആഗ്രഹിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. റജബിൽ വഫാത്തായ മഹാന്മാർ ധാരാളമാണ്, നീണ്ട പട്ടികയാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി തങ്ങളുടെ ആണ്ടിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. അതൊക്കെ ഒരാഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നു. എങ്ങനെയാണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയ പരിശുദ്ധമായ റജബ് 27ന്റെ മിഅ്റാജിന്റെ രാത്രി, ആ റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുത്തുനബി യാത്ര പോയ മാസമല്ലേ? അതുകൊണ്ട് മഹാന്മാർ പലരും അവരുടെ വഫാത്തിന് വേണ്ടി കൊതിച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്. നീണ്ട പട്ടികയാണ്. വലിയ വലിയ മഹത്തുക്കളൊക്കെ പലരും അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ മാസമാണ് പരിശുദ്ധമായ റജബ്. റജബ്, ശഅബാൻ, റമളാൻ ഈ 3 മാസങ്ങളിൽ മരണപ്പെടുന്നവർക്ക് പ്രത്യേകമായ കാവലുണ്ടാകുന്നതാണ്. മൻ മാത ഫീ റജബിൻ വഫീ ശഅബാന ഔ ശഹരി റമളാന ലഹുൽ ആമാന. റജബ്, ശഅബാൻ, റമളാൻ ഈ മാസങ്ങളിൽ മരണപ്പെട്ട മഹാന്മാരുടെ പട്ടികകൾ പരിശോധിച്ച് നോക്കി എണ്ണിയ തീരൂല, അത്രയും കൂടുതലാണ്. അവരൊക്കെ ആഗ്രഹിച്ചതാണ് പരിശുദ്ധമായ റജബിലോ ശഅബാനിലോ റമളാനിലോ റബ്ബിലേക്ക് നീങ്ങാൻ. എന്തേ അങ്ങനെ റബ്ബിലേക്ക് നീങ്ങിയവർക്ക് റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈമാനിനെ കരുപ്പിടിപ്പിക്കാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച മാസങ്ങളാണ് വരാനിരിക്കുന്നത്. എല്ലാ മാസവും ഒരുപോലെയല്ല, എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ മണിക്കൂറും ഒരുപോലെയല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല, എല്ലാ നൂറ്റാണ്ടുകളും ഒരുപോലെയല്ല. നമുക്കറിയാലോ, 24 മണിക്കൂറിലെ ഏറ്റവും അഫ്ളലായ ടൈം എന്ന് പറയുന്നത് സുബ്ഹിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്, തഹജ്ജുദിന്റെ സമയമാണ്. അല്ലാഹു അതിനെ വിനിയോഗിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 24 മണിക്കൂറിലെ ഏറ്റവും ശറഫുള്ള സമയം എന്ന് പറയുന്നത് തഹജ്ജുദിന്റെ ടൈമാണ്. ആ സമയത്തുള്ള ദുആഇന് ഇജാബത്തുണ്ട്. പ്രത്യേകിച്ച് രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള പ്രാർത്ഥന മുസ്തജാബാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തുള്ള സകലമാന സ്വാലിഹീങ്ങളും എഴുന്നേറ്റിരിക്കുന്ന സമയമാണ് തഹജ്ജുദിന്റെ സമയമെന്ന് പറയുന്നത്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി തരണമേ റഹ്മാനേ. സ്വാലിഹീങ്ങൾക്ക് ആ സമയത്ത് ഉറങ്ങാൻ കഴിയൂല പോലും. സ്വാലിഹീങ്ങൾക്ക് ആ സമയത്ത് കടന്നുറങ്ങാൻ കഴിയൂല. അല്ലാഹുവിലേക്ക് കൂടുതൽ മഹാന്മാർ ലയിച്ചു ചേരുന്ന സമയമാണ് തഹജ്ജുദിന്റെ ടൈം അല്ലേ? അതുകൊണ്ടാണ് മഹാന്മാര് പലപ്പോഴും തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖിച്ചത്, പൊട്ടിക്കരഞ്ഞത്. അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി 100 കണക്കിന് റക്അത്ത് വേറെ സുന്നത്തുകൾ നിസ്കരിച്ചത് തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ. ഞാൻ പറഞ്ഞു വന്നത്, 24 മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ ഫളിലുള്ള സമയം എന്ന് പറയുന്നത് തഹജ്ജുദിന്റെ സമയമാണ്. അതൊരു ദിവസത്തിലേതാണെങ്കിൽ നമുക്കറിയാം, ഒരാഴ്ചയിലെ ഏറ്റവും ശറഫാക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. ഹബീബായ നബി തങ്ങളുടെ ഹദീസല്ലേ അത്? ആഴ്ചയിലെ എല്ലാ ദിവസവും ഒരുപോലെയല്ല. ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണ് യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങള് മറ്റുള്ള ദിവസത്തിനൊന്നും കൊടുക്കാത്ത ഫളിൽ വെള്ളിയാഴ്ചക്ക് കൊടുക്കുന്നത്. നമുക്കെന്നെ അറിയാം, വെള്ളിയാഴ്ച മദ്രസ ലീവാ, കോളേജുകൾ ലീവാ, മതസ്ഥാപനങ്ങൾ ലീവാ. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ദിവസമല്ലേ, അന്നല്ലേ കൂടുതൽ ഇൽമു പഠിപ്പിക്കേണ്ടത്. പിന്നെന്തേ അന്ന് ലീവ് കൊടുക്കാൻ കാരണം? വ്യാഴാഴ്ച ഉച്ച മുതലേ ദർസുകൾ ലീവായിരിക്കും. വ്യാഴാഴ്ച ഉച്ച മുതലേ കോളേജുകൾ പലതും ലീവായിരിക്കും. എന്തിനാണെന്നറിയോ? വെള്ളിയാഴ്ചക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. വെള്ളിയാഴ്ചയിലേക്ക് ഒരുങ്ങാൻ വേണ്ടി വ്യാഴാഴ്ചയെ തയ്യാറെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ട്? അത് വല്ലാത്ത ദിവസമാണ്. ഫീഹി ഖുലിഖ ആദമു, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് സൃഷ്ടിച്ച ദിവസം വെള്ളിയാഴ്ചയാണ്. ഒരുപാട് ഫളിലുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല.
നമ്മുടെ ഉപ്പാപ്പയായ ആദം നബിയെ സൃഷ്ടിക്കാൻ അള്ളാഹു സെലക്ട് ചെയ്ത ദിവസമാണ് വെള്ളിയാഴ്ച. മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? വഫീഹി തഖൂമുസ്സാഅ, വെള്ളിയാഴ്ചയായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയെ പേടിയില്ലാത്ത ഒരു വർഗവും ലോകത്തില്ല. എന്നിട്ട് പറഞ്ഞു ഇല്ല സഖലൈൻ, രണ്ട് വിഭാഗത്തിന് വെള്ളിയാഴ്ചനെ പേടില്ല. അതാരാന്നറിയോ? ഒന്ന് മനുഷ്യന്മാരും രണ്ട് ജിന്നുകളും. മൃഗങ്ങൾ വെള്ളിയാഴ്ച പരസ്പരം കണ്ടുമുട്ടിയാൽ യൗമുൻ സ്വാലിഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്നറിയോ? അല്ല, ഇന്നിപ്പോ ഖിയാമത്ത് നാളാവാൻ വല്ല സാധ്യതയുണ്ടോ? ആര്? മൃഗങ്ങൾ. ലോകത്തുള്ള സകലമാന പക്ഷികളും വെള്ളിയാഴ്ച പരസ്പരം കണ്ടുമുട്ടിയാൽ യൗമുൻ സ്വാലിഹ് എന്ന് പറഞ്ഞിട്ട് അല്ല, അന്ന് ഖിയാമത്ത് നാളാവാൻ വല്ല സാധ്യതയുണ്ടോ എന്ന ചർച്ച നടത്തുമെന്നാണ്. എത്രത്തോളം അന്ന് മൃഗങ്ങൾ പലപ്പോഴും അന്നത്തെ രാവിലെ മൃഗങ്ങൾ സുബ്ഹാനല്ലാഹ് പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. എന്തേ? പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. എല്ലാ ജീവികൾക്കും പേടിയാണ് വെള്ളിയാഴ്ച. പക്ഷേ മനുഷ്യന് പേടിയില്ല, ജിന്ന് വിഭാഗത്തിന് പേടിയില്ല. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, എന്താ ഇന്നൊക്കെ വെള്ളിയാഴ്ചയുടെ അവസ്ഥ? ഒരു കാലത്ത് നിങ്ങൾക്കറിയാലോ, വളരെ നേരത്തെ തന്നെ അണിഞ്ഞൊരുങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് ഇന്നത്തെ പോലെ ഡ്രസ്സില്ലാതിരുന്ന കാലഘട്ടത്തില്, ഒരു മുണ്ട് മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തില് സുബ്ഹാനല്ലാഹ് തോർത്തുമുണ്ടെടുത്ത് ആ ഉള്ള മുണ്ട് ഉള്ള തുണി അലക്കിയിട്ടത് വൃത്തിയാക്കിയിട്ട് ഉണങ്ങിയതിനു ശേഷം കൃത്യമായി നേരത്തെ പള്ളിയിൽ ചെന്നിട്ട് ജുമുഅയിൽ പങ്കെടുത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരുണ്ടായിരുന്നില്ലേ? നേരത്തെ പള്ളിയിൽ ചെന്നിട്ട് അൽകൗഫ് ഓതുന്നവരുണ്ടായിരുന്നില്ലേ? അതാ വെള്ളിയാഴ്ചത്തെ അൽകൗഫ് സ്വന്റെ കൂടെയുള്ള സ്വലാത്ത് ചൊല്ലിയവരുണ്ടായിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, അതൊക്കെ അതൊന്നും ഇന്ന് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഓടിപ്പാഞ്ഞ് ആ ഖുത്ബ നടക്കുന്ന സമയത്ത് പള്ളിയിലെത്തുകയും സലാം വീട്ടിയ ഉടനെ സുബ്ഹാനല്ലാഹ് പള്ളി വിട്ടിറങ്ങുകയും ചെയ്യുന്ന വളരെ ദാരുണമായ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ആയാല് മുൻകാലങ്ങളിൽ കിതാബുകളിൽ കാണാം, വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാലും തെരുവീതികൾ മുഅ്മിനീങ്ങളെ കൊണ്ട് നിറയുമായിരുന്നു. കാലത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്ന കാഴ്ച കാണുമായിരുന്നു എന്നാണ്. പ്രഭാത സമയത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സുന്നത്തല്ലേ അൽ ബുക്കൂർ, നേരത്തെ പോവുക, ജുമുഅക്ക് നേരത്തെ പോവാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ വെള്ളിയാഴ്ചയെ ആദരിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആദരിക്കാൻ നമുക്കും തൗഫീഖ് തരട്ടെ. നമ്മളെല്ലാ വെള്ളിയാഴ്ച രാവും പകലും ദ്വേർക്കും, പഠിച്ചോനെ ഞങ്ങളെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിപ്പിച്ചു തരണേ എന്ന് ദ്വേർക്കും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയും, വെള്ളിയാഴ്ച രാവിലും പകലിലും മരിച്ച ഓരോരുത്തരും നിങ്ങൾ പരിശോധിച്ച് നോക്കിയും അവർ വെള്ളിയാഴ്ചക്ക് ഫളലും മഹത്വം കൽപ്പിച്ചവരായിരിക്കും, വ്യാഴാഴ്ച ആദരിച്ചവരായിരിക്കും. അൽഹംദുലില്ലാഹ്, ഇവിടെ ഈ മഹാന്റെ ചാരത്ത് ഇങ്ങനെ ഇടക്കിടക്ക് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഒത്തുകൂടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, എന്തൊരു ഫളലുള്ള ഒരു സദസ്സാണിത്. വെള്ളിയാഴ്ച രാവാണ്, ഇജാബത്ത് ഉറപ്പുള്ള രാത്രിയാണ്. ഞാൻ പറഞ്ഞല്ലോ 5 രാത്രികളിൽ ഇജാബത്ത് ഉണ്ട് എന്ന്. അതിൽ ഒരു രാത്രി ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹു നമ്മൾ നടത്തുന്ന ദുആകളൊക്കെ കബൂലാക്കി തരട്ടെ. പറഞ്ഞു വരുന്നത്, ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല. വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. വെള്ളിയാഴ്ച നടത്താൻ നമ്മളോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. അതെന്താണെന്നറിയോ? അത് നിക്കാഹാണ്. ഒരാഴ്ചയിൽ നിക്കാഹ് നടത്താൻ ഏറ്റവും അഫ്ളലായ ദിവസം വെള്ളിയാഴ്ചയാണ്. പക്ഷെ അതൊക്കെ സുന്നത്തൊക്കെ എടുത്തു പോയില്ലേ? നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഒഴിവാ നോക്കുക, കല്യാണ മണ്ഡപത്തിന്റെ ഡേറ്റാ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ പബ്ലിക് ലീവുള്ള ദിവസമാണ് നമ്മൾ നോക്കുക. ശരിക്ക് വെള്ളിയാഴ്ചയാണ് നിക്കാഹ് നടത്തേണ്ടത്. വെള്ളിയാഴ്ച നിക്കാഹ് നടത്തുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്ന മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനെയാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ.
നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പക്ഷേ ഗ്രേസ് വാലിയിലൊക്കെ സ്വലാത്തിന് പോകുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്തും അതിന് ശേഷമൊക്കെ ഉസ്താദ് പ്രത്യേകം ആ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചിരുന്നു. ഗ്രേസ് വാലിയിലെ സ്വലാത്ത് കഴിഞ്ഞ് അവിടെ തന്നെ ഇഷ്ടംപോലെ നിക്കാഹ് നടക്കും. എപ്പോൾ? വെള്ളിയാഴ്ച കാലത്ത് 7 മണിക്ക്, വെള്ളിയാഴ്ച രാവിലെ ഒരു 7-8 മണിക്കൊക്കെ, ഒരു 9 മണിൻ്റെ ഉള്ളിലായിട്ട് ആ ലുഹാന്റെ സമയത്ത്, ഏറ്റവും അഫ്ദലായ സമയത്തും ദിവസത്തിലും നിക്കാഹ് നടത്താൻ പറയുമായിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുമായിരുന്നു ശൈഖുനാ മുത്തബിഉസ് സുന്ന അത്തിപ്പറ്റ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാന്റെ ഫൈളും മദദും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ പറഞ്ഞു വന്നത് എല്ലാ ദിവസവും ഒരുപോലെയല്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ബുധനാഴ്ച ദിവസം, ബുധനാഴ്ച എന്തിനുള്ള ദിവസ? വയൗമുൽ അർബി അഇലിബ്തിദാഇ ഇൽമിൻ വതഅലീമിൻ വലിദ്ദവാഇ. ബുധനാഴ്ച ദിവസം ഇൽമു പഠനം തുടങ്ങാനും അധ്യാപനം തുടങ്ങാനും ചികിത്സ തുടങ്ങാനുമുള്ള ദിവസമാണ്. എല്ലാ ദിവസവും ചികിത്സ തേടാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പം നമ്മൾ അതൊക്കെ അന്ധവിശ്വാസമായിട്ട് തള്ളി. നമുക്കിപ്പോൾ അന്ന് നോട്ടല്ലല്ലോ. നമ്മൾ പാരാ ദിവസം നോക്കിയിട്ടാ ഡോക്ടറെ കാണിക്കാൻ പോയത്. മഹാന്മാര് വെറുതെ പറഞ്ഞതല്ലല്ലോ. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷേ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ റമദാൻ ലീവ് കഴിഞ്ഞിട്ട് കോളേജ് തുറന്നാലും ഉസ്താദുമാര് കിതാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധനാഴ്ചയായിരിക്കും. അതുവരെ വെറുതെ ഇരിക്കുക, അതുവരെ ഒരുക്കപ്പാടുകൾ, കിതാബൊക്കെ വന്നിട്ടുണ്ടാവും, ഒക്കെ റെഡി ആയിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൽ ബുധനാഴ്ച ആയിരിക്കും. ഒരു ഇൽമു പഠനം ബുധനാഴ്ച തുടങ്ങിയാൽ അതിൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഏത് കോഴ്സാവട്ടെ, സ്റ്റാർട്ടിങ് ബുധനാഴ്ചയാണോ അതിൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും, പ്രത്യേകമായ തൗഫീഖ് ഉണ്ടാകും. തഅലീമും അങ്ങനെ തന്നെയാണ്, അധ്യാപനവും അങ്ങനെ തന്നെയാണ്, അതിൽ പ്രത്യേകമായ ബറക്കത്തുണ്ടാകും. ചികിത്സയും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു പക്ഷേ നമുക്ക് ചില ഡോക്ടർമാരുണ്ടാകും, ഒരു ചൊവ്വാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം, ചിലപ്പോൾ ശനിയാഴ്ച മാത്രം. അങ്ങനെയാണെങ്കിൽ അടിയന്തര ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്ത്, സൗകര്യപ്പെടുന്ന സമയത്ത് ഡോക്ടർമാരെ കാണിക്കുകയും മരുന്ന് കഴിക്കൽ ബുധനാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുക. അടിയന്തര ഘട്ടം അല്ലെങ്കിലായി പറയുന്നത്. ബുധനാഴ്ച ചികിത്സ തുടങ്ങിയാൽ, മെഡിസിൻ തുടങ്ങിയാൽ ആ രോഗം പെട്ടെന്ന് ശിഫയാവുന്നതാണ്. ചില ദിവസങ്ങളിൽ ചികിത്സ തേടിയാൽ ആ രോഗം നീണ്ടു നിൽക്കുന്നതാണ്. ഞാൻ വിശദീകരിക്കണില്ല, ഓരോന്നിനും ഓരോ ടൈമുണ്ട്. തിങ്കളാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ്, വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ്, കച്ചവടത്തിനും കൃഷിക്കൊക്കെ പറ്റുന്ന ദിവസങ്ങളാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ദിവസങ്ങളുണ്ട്. ഹിജാമ ചെയ്യാൻ പറ്റുന്ന ദിവസം ചൊവ്വാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ചൊവ്വാഴ്ച ഒരു പ്രധാനപ്പെട്ട സമയത്ത് പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യമാണ്, ഞാൻ അങ്ങോട്ട് കടക്കണില്ല. ഏതായിരുന്നാലും എല്ലാ ദിവസവും ഒരുപോലെയല്ല. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല. 12 മാസവും റബ്ബിൻ്റെതാണ്. പക്ഷേ അതിൽ വളരെ ഫളിലുള്ള മാസമാണ് പരിശുദ്ധമായ റജബും ശഅബാനും റമദാനും പോലെയുള്ള മാസങ്ങൾ. ഇതൊക്കെ എന്തിനാണ് ഈ ഫളിൽ തന്നതെന്ന് ചോദിച്ചാൽ, മുഅ്മിനീങ്ങളെ, നമുക്ക് കുറഞ്ഞ ആയുസ്സല്ലേ ഉള്ളൂ. മുൻഗാമികളൊക്കെ 1000 കൊല്ലം, 950, 700, 600, 500, 200 ഒക്കെ വർഷങ്ങൾ ജീവിച്ച് മരണപ്പെട്ടു പോയവരാണ് നമ്മുടെ മുൻഗാമികൾ. അവരുടെ അടുക്കലേക്ക് ഫളിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങളും കുറച്ച് ഓഫറുകളൊക്കെ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹു വേറെ ഒരു ഉമ്മത്തിനും കൊടുക്കാത്ത ഒരുപാട് ഹുസൂസിയത്ത് നമുക്ക് തന്നു. ഉദാഹരണം പറഞ്ഞാൽ തന്നെ വെള്ളിയാഴ്ചൻ്റെ ഈ മഹത്വം ഈ ഉമ്മത്തിന്റെ മാത്രം മഹത്വമാണ്. ജുമുഅ ഈ ഉമ്മത്തിനല്ലേ ഉള്ളൂ, വേറൊരു ഉമ്മത്തിന് ജുമുഅ ഇല്ലല്ലോ. അള്ളാഹു നമുക്ക് വാരിക്കോരി തരികയാണ്. ആ ഒറ്റ ദിവസം, ഒരു വെള്ളിയാഴ്ച ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ, മുത്തനബി പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഒരാൾ വെള്ളിയാഴ്ചയെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ഫഹുവ മഅസൂമുൻ ഇലാ 8 അയ്യാം, അടുത്ത വെള്ളിയാഴ്ച വരെ ഓൻ പ്രൊട്ടക്റ്റഡാ. ഒരു ദിവസം സുബ്ഹി നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം പ്രൊട്ടക്റ്റഡ് ആയി. കാന ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. 24 മണിക്കൂർ സുബ്ഹി നിസ്കരിക്കാതെ എന്ത് നഹ്സ് നോക്കിയിട്ടും കാര്യമല്ല. ചില ആൾക്കാരുണ്ട്, നഹ്സ് വിളിച്ചിങ്ങനെ ചോദിക്കും ഉസ്താദുമാരോട്, കച്ചവടം തുടങ്ങുകയാണ്, മോളെ കെട്ടിക്കുകയാണ്, പ്രസവത്തിന് കൊണ്ടുപോവുകയാണ്, ഉസ്താദെ നല്ല ദിവസമാണോ? സുബ്ഹി നിസ്കരിച്ചിട്ടില്ലേ, നിങ്ങൾ ഏത് നഹ്സ് നോക്കിയിട്ടും കാര്യമല്ല. സുബ്ഹിയാണ് പ്രധാനം. എൻ്റെ അർത്ഥം ബാക്കിയുള്ള നിസ്കരിക്കണ്ടെന്നല്ല. കാന ഫീ ദിമ്മത്തില്ല,
സുബ്ഹി നിസ്കരിച്ച ഒരു മനുഷ്യനെ ലോകത്തുള്ള സകലമാന വസ്തുക്കൾക്കും അവനെ ഇഷ്ടമാണ്. ഒരാൾ സുബ്ഹി നിസ്കരിച്ചാൽ സൂര്യൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ വെള്ളത്തിന് ഇഷ്ടമാണ്, കഴിക്കുന്ന ഭക്ഷണത്തിന് ഇഷ്ടമാണ്, കാറ്റിന് ഇഷ്ടമാണ്, നടന്നു പോകുന്ന മൺതരികൾക്ക് ഇഷ്ടമാണ്. എല്ലാ ലോകത്തുള്ള വസ്തുക്കൾക്കും ആ മനുഷ്യന് ഇഷ്ടമായിരിക്കും. ഇല്ലെങ്കിലോ എല്ലാ വസ്തുക്കളും നമ്മളോട് പറയും, ഈ സുബ്ഹി നിസ്കരിച്ചിട്ടില്ലല്ലോ, സുബ്ഹി ഖളാ അല്ലേ, എനിക്ക് നിന്നെ ഇഷ്ടമില്ല. കുടിക്കുമ്പോൾ വെള്ളം പറയും, കഴിക്കുമ്പോൾ ഭക്ഷണം പറയും, നടന്നു പോകുമ്പോൾ മൺതരികൾ പറയും. ആലോചിച്ച് നോക്കണേ, എന്തുകൊണ്ട് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സുജൂദ് കിടക്കണോലല്ലേ, ഓര് നിസ്കരിക്കുന്നോലല്ലേ, ഒരു ഇബാദത്തിലല്ലേ, നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റുമോ? നമുക്ക് നിശ്ചയിച്ചു തന്ന സമയങ്ങൾ കൃത്യമായി നമ്മൾ നിസ്കരിച്ചിരിക്കണം. അള്ളാഹു 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഇപ്പൊ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സുബ്ഹി ഒരാൾ നിസ്കരിച്ചാൽ ആ ദിവസം പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു വെള്ളിയാഴ്ച ഒരാൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി വ്യാഴാഴ്ച ഒരുങ്ങി വെള്ളിയാഴ്ച പാലിക്കേണ്ട ആദാബുകൾ മുഴുവനും പാലിച്ചു അല്ലേ? ഇപ്പൊ നാളെ വെള്ളിയാഴ്ച നമ്മൾ നഖം വെട്ടാൻ പോണ ദിവസാ. ചിലപ്പോൾ ഇന്നെ വെട്ടിയിട്ട് ചിലവർ തയ്യാറായി നിൽക്കുന്നുണ്ടാകും. നഖം വെട്ടും, ഡ്രസ് അലക്കും, ഇസ്തിരിയിടും, താടി നന്നാക്കും, മുടിവെട്ടും, കുളിക്കും, നല്ല ഡ്രസ്സ് ധരിക്കും, സുഗന്ധം പൂശും, എന്നിട്ട് പള്ളിയിലേക്ക് പോകും. ഇതൊക്കെ ചെറിയ കാര്യമെന്നാ വിചാരിച്ചത്? ഇതിനൊക്കെ എത്ര കൂലിയിട്ടുണ്ട് നമുക്ക്? അള്ളാഹു നമുക്ക് പ്രതിഫലം തരട്ടെ, അള്ളാഹു പ്രതിഫലം തരട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, ഒരു വൈറ്റ് ഡ്രസ്സ് നമ്മൾ എന്തായാലും ആണുങ്ങളോട് ഞാൻ പറയാം, ഒരു വൈറ്റ് ഡ്രസ്സ് നമ്മൾ എടുത്തേക്കണം. വെള്ളിയാഴ്ച മാത്രം ഉപയോഗിച്ചാൽ മതി. വെള്ളിയാഴ്ച ഉപയോഗിക്കേണ്ടത് വെള്ള ഡ്രസ്സാണ്. ബാക്കിയുള്ള ദിവസം ഏതോ ഉപയോഗിച്ചോളിയും. വെള്ളിയാഴ്ച വെള്ള ഡ്രസ്സ് ഉപയോഗിക്കണം. അതിനു വേണ്ടി മാത്രം ഒരു ഡ്രസ്സ് വാങ്ങി വെച്ചോളിയും. എന്തിനാണ് ഹബീബിന്റെ ആ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്? അങ്ങനെ ഒരാൾ ആദാബുകൾ പാലിച്ചുകൊണ്ട് അൽ ഖൗഫ് സൂറത്തോതി നേരത്തെ പള്ളിയിൽ ചെന്ന് 2 ഖുത്ബ മുഴുവനായും കേട്ട് അവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും പങ്കെടുത്ത്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉപ്പയും നമ്മുടെ വേണ്ടപ്പെട്ടവരും മരണപ്പെട്ടു പോയവരൊക്കെ മറവിട്ട് കിടക്കുന്ന ഖബർസ്ഥാനാണെങ്കിൽ ജുമുഅ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയിട്ട് ഒന്ന് സലാം പറഞ്ഞൊരു ഫാത്തിഹയും ഇഖ്ലാസും എങ്കിലും ഓതിയിട്ടൊന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എന്തൊക്കെ ഇപ്പൊ ചെയ്തത്? എത്ര വലിയ കൂലിയാണെന്നറിയോ? പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ, പൂർണ്ണമായ ഉംറയുടെ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നും ചെറിയ കാര്യമായി നമ്മൾ നിസാരമായി കളയരുത് അല്ലേ? പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ പഴയ പള്ളികളൊക്കെ മഖ്ബറിന്റെ ഒത്ത നടുവിലായിരിക്കും പഴയ പള്ളികൾ. ചുറ്റുഭാഗം ഖബർസ്ഥാന്, നടുവിലെന്ത് പള്ളി. ഇപ്പൊ നമ്മൾ അങ്ങനല്ല. ഇപ്പൊ വേഗം വണ്ടിന്ന് നേരെ മിഹ്റാബ് കണ്ട് ചാടണം. അതിന് പറ്റുന്ന രീതിയിൽ അപ്പൊ പള്ളി ഉണ്ടാക്കുക. പണ്ടത്തെ പള്ളി ഞാൻ പറയണത് എന്തിന്? ജുമുഅ കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് മഖ്ബറി കണ്ട് ഇറങ്ങല, എന്നിട്ട് സിയാറത്ത് ചെയ്യേണ്ടോലൊക്കെ ചെയ്തിട്ടേ പള്ളിക്കാട്ടുനിന്ന് പോകുള്ളൂ. എന്തൊരു സന്തോഷമായിരിക്കും അവർക്കെന്നറിയോ? അതൊന്നും അതിൻ്റെ ഒന്നും വില ഞമ്മക്കിപ്പോൾ മനസ്സിലാവൂല. ഞമ്മക്കതിൻ്റെ വില മനസ്സിലാണെങ്കിൽ നമ്മളവിടെ പോയി കിടക്കണം. എന്നിട്ട് ഒരാൾ നമ്മൾ സിയാറത്തിനുണ്ട് വരണം. എന്താ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖൈറുൽ ലഹു മിനദ് ദുനിയാ വമാ ഫീഹാ. ഇത് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോട് പറയാണ്, വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്ന നിങ്ങളെ ഭർത്താക്കന്മാരോട്, മക്കളോട്, ആങ്ങളമാരോട്, പേരക്കുട്ടികളോട് പറയണം, മക്കളെ, നമ്മളെ വല്യേപ്പ കടക്കുന്ന പള്ളിയാണ്, നമ്മളെ വല്യമ്മ കടന്നുറങ്ങുന്ന പള്ളിയാ. ജുമുഅ കഴിഞ്ഞിട്ട് മക്കളൊന്ന് ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്ത് പോരണേ. നമ്മൾ സിയാറത്ത് ചെയ്താലേ നമ്മളെ സിയാറത്ത് ചെയ്യാൻ നമ്മളെ മക്കളെ കിട്ടുള്ളൂ. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വേണമെങ്കിൽ സിയാറത്ത് ചെയ്യാതെ മടങ്ങിപ്പോരാ, ആരും ഒന്നും പറയില്ല, ഒരു പോലീസും പിടിക്കൂല. പക്ഷെ നമ്മൾ പോയിട്ട് അവിടെ കിടക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് തോന്നൂല നമ്മളെ സിയാറത്ത് ചെയ്യാൻ. നമ്മളെ മക്കളെപ്പം തന്നെ പരിശീലിപ്പിക്കണം. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ സിയാറത്ത് ചെയ്തിട്ട് ഓൽക്ക് ഇത് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് സലാം പറയാൻ ആരും വരൂല്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പറഞ്ഞു വന്നത്, ഒരു വെള്ളിയാഴ്ചയെ ഒരാൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ഫഹുവ മഅസൂമുൻ ഇലാ സലാസത്തി അയ്യാം, അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ എല്ലാ അമലും കൂടെ ഞാൻ പറയണില്ല, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, നിങ്ങളുടെ മഹലിലുണ്ടോന്ന് അറിയില്ല. ഞങ്ങളുടെ മഹലിലൊക്കെ
സലാം വീട്ടിയാൽ വെള്ളിയാഴ്ച ഒരു അൽഫാത്തിഹ വിളിക്കും. എന്നിട്ട് 7 ഫാത്തിഹ, 7 ഇഖ്ലാസ്, 7 ഫലക്ക്, 7 നാസ് ചൊല്ലിയിട്ടേ ബാക്കി ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉണ്ടത് ഉണ്ടോ? ഉണ്ടല്ലേ? മാഷാ അല്ലാ. പല നാട്ടിലും അതുണ്ട്. അതാ പഴയ അതിനെപ്പറ്റി കിതാബിലൊക്കെ എന്താ പറഞ്ഞത്? എന്തൊരു ഫദ്ലുള്ള അമലാന്നറിയോ? അത് ചെയ്ത ഓൻ ആ ആഴ്ച ഒന്നും പേടിക്കണ്ട. എല്ലാ നിലക്കും റബ്ബിന്റെ കാവലുണ്ടാവും. ഓന് മാത്രമല്ല, അവൻ്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും റബ്ബിന്റെ കാവലുണ്ടാകും. അത്രയും പ്രധാനപ്പെട്ട അമലാണ് പറഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി നോക്കൂ നിങ്ങൾ, മാസങ്ങളിൽപ്പെട്ട സുപ്രധാനമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ. അതിന്റെ മുന്നോടിയായിട്ട് കടന്നു വരുന്ന 2 മാസമാണ് റജബും ശഅബാനും. നമ്മൾ പലരും വിചാരിച്ചത് റമദാനാണ് പ്രധാനം. ആ റമദാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താന് റമദാൻ 1 ഒരുങ്ങിയാൽ മതി എന്നാണ് നമ്മളെ വിചാരം. പോരാ, അങ്ങനെയുള്ളവർക്കൊന്നും റമദാൻ കിട്ടൂല. റമദാൻ 1 ഒരുങ്ങിയവർക്ക് ആർക്കും റമദാൻ കിട്ടൂല. റമദാൻ എപ്പോൾ ഒരുങ്ങണം എന്നറിയോ? ഞാൻ പറഞ്ഞ നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ രാത്രി ഒരുങ്ങണം. അതിന്റെ ഒരുക്കമാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. 2 മാസം തുടർച്ചയായി നമ്മൾ റബ്ബിനോടങ്ങ് ചോദിക്കന്നെ, പടച്ചോനെ റമദാൻ എത്തിച്ചു തരണേ, എനിക്ക് റമദാനിൽ തടസ്സങ്ങൾ തരരുത്. നമുക്ക് പറയാൻ 2 മാസം അപ്പുറത്താണ് വരാൻ പോണത് റമദാൻ. ആ സമയത്ത് നമുക്ക് ആഫിയത്ത് ഉണ്ടാകോ? ആ സമയത്ത് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകോ? മറ്റെന്തെങ്കിലും നോമ്പിന് അതുപോലെ തറാവീഹ് നിസ്കാരത്തിനും മറ്റും ഇബാദത്തുകൾക്കുമുള്ള തടസ്സങ്ങൾ വല്ലതും സംഭവിക്കോ? നമുക്കിപ്പോ പറയാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുവേ ഒരു തടസ്സവും ഞങ്ങൾക്ക് തരരുത്. കാരണം മുഅ്മിനായ മനുഷ്യന്റെ സീസണാണ് പരിശുദ്ധമായ റമദാൻ. ഏത് കച്ചവടക്കാർക്കും ഒരു സീസൺ ഉണ്ടാവും. ആ സീസണിലാണ് ഒരു വേണമെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലത്തേക്കുള്ള ലാഭം ഉണ്ടാക്കൽ ആ ഒറ്റ മാസത്തിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ 3 ആഴ്ചയിലോ ഒക്കെ ആയിരിക്കും. എല്ലാ കച്ചവടത്തിനും ഒരു സീസൺ ഉണ്ടാവും. മുഅ്മിനീങ്ങളെ കച്ചവടത്തിന്റെ സീസൺ റമദാനാണ്. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, റമദാനിനെ ഒരാൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത റമദാൻ വരെ അവൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു കൊല്ലം പിന്നെ ഓക്കെയാണ്. ഇപ്പോ കഴിഞ്ഞ റമദാൻ നമ്മൾ നേടിയെടുത്ത ഒരു ആത്മീയമായ എന്താ പറയാ ഒരു പവർ ഉണ്ട്. ആ പവർ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കുറഞ്ഞ് ഇപ്പൊ നമ്മൾ ബാറ്ററി ലോ ആയി തുടങ്ങി. ഒരു ശഅബാൻ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കിന് പറ്റ ലോ ആവും. അപ്പോഴേക്കിന് റീചാർജ് റമദാൻ കൊണ്ട് വരികയാണ്. റമദാനിലെ 30 ദിവസം നിസ്കരിച്ച് നോമ്പെടുത്ത് തറാവിഹിൽ പങ്കെടുത്ത് നോമ്പ് തുറപ്പിച്ച് നോമ്പ് തുറന്ന് ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഖത്തം തീർത്ത് എന്തൊക്കെ അമലാ റമദാൻ നമ്മൾ ചെയ്യാറുള്ളത്. 30 ആകുമ്പോഴേക്കിന് ബാറ്ററി ഫുള്ളായിട്ടുണ്ടാവും. ഈ ഫുള്ളായ ആ ബാറ്ററി പിന്നെ ലോ ആകുന്ന അടുത്ത റമദാനില്ല. ഒരു കൊല്ലം അതിൻ്റെ ആ ഊർജം, അതിൻ്റെ ആ ചൈതന്യം നിലനിൽക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ മുഅ്മിനീങ്ങളെ, റമദാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ റമദാനിൽ ഒരുങ്ങിയാൽ പോരാ, റജബിൽ തന്നെ ഒരുങ്ങണം. റജബിൽ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് റജബിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. മുഅ്മിനീങ്ങളെ, റമദാൻ ആകുമ്പോഴേക്ക് നമ്മുടെ ഖൽബൊന്ന് വൃത്തിയാവട്ടെ. നമ്മുടെ ഖൽബൊന്ന് കഴുകി നമ്മൾ വൃത്തിയാക്കിയിട്ട് എല്ലാ അഴുക്കും നീക്കിയിട്ട് സ്ഫുടമായ ഖൽബോടുകൂടെയാവണം നമ്മൾ പരിശുദ്ധമായ റമദാനിലേക്ക് കടന്നു വരുന്നത്. എത്ര തെറ്റാ നമ്മളൊക്കെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈമാനിന്റെ മധുരം നമുക്ക് നുണയാൻ കഴിയാത്ത കാരണം എന്താണെന്നറിയോ? മുഅ്മിനീങ്ങളെ, ഞാൻ കുറ്റപ്പെടുത്തല്ല, ഈ വഅളൊക്കെ എന്നോടാ ഞാൻ പറയുന്നത്. നമ്മൾ എത്രയോ അമലുകൾ ചെയ്യുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, റവാത്തിബുണ്ട്, തഹജ്ജുദുണ്ട്, ദുഹയുണ്ട്, സ്വലാത്തുണ്ട്, അദ്കാറുണ്ട്, എല്ലാം ഉണ്ട്, മജ്ലിസുൻ നൂറുണ്ട്, മജ്ലിസുകളുണ്ട്. അതിൻ്റെ ഒന്നും മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മൾ ഓരോ ദിവസങ്ങളിലും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കാരണമാണ്. പാപങ്ങൾ ചെയ്തിട്ട് കൽബിലുണ്ട് കല വീണാല് പിന്നെ അമലിനൊന്നും ഒരു രസം കിട്ടൂല. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ.
ഒരു പായസം കുടിക്കുമ്പോൾ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ പായസം? അതും പച്ചവെള്ളം ഒരുപോലല്ലേ? നിസ്കാരത്തിന്റെ ലദ്ദത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പിന്നെന്തിനാ നിസ്കാരം? അതിൻ്റെ അർത്ഥം നിസ്കരിക്കണ്ടെന്നല്ല, നിസ്കാരം എങ്ങനെയാണ് നിസ്കരിച്ചേ പറ്റൂ. പക്ഷെ അതിൻ്റെ ലദ്ദത്തോടുകൂടി നിസ്കരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ലദ്ദത്ത് നഷ്ടപ്പെടുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാപങ്ങളെ കൊണ്ടാണ്. പാപങ്ങളെ കൊണ്ട് സുബ്ഹി പോലും ചിലപ്പോൾ ഖളാ ആകും, തഹജ്ജുദ് നഷ്ടപ്പെടും, നല്ല നല്ല അമലുകൾക്ക് തൗഫീഖ് ഇല്ലാതായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യന് അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ വലിയ വീട് കൊടുക്കലോ കാറ് കൊടുക്കലോ അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായ ശേഷി കൊടുക്കലോ ഒന്നുമല്ല. അള്ളാഹ് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് നല്ല നല്ല കാര്യങ്ങളിലേക്ക് അള്ളാഹ് ഓനെങ്ങനെ കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ, നിങ്ങളിവിടെ വന്നിരുന്നില്ലേ, നിങ്ങൾ ക്ഷമയോടുകൂടി മണിക്കൂറുകളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങളെ അള്ളാഹു തട്ടി തട്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇങ്ങോട്ട് പോരണമെന്നൊരു ഉള്ളുവിളി നേരത്തെ ഞങ്ങൾ ഉണ്ടായി. എത്ര പല ഭാഗത്തു നിന്നും ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടില്ലേ. മാഷാ അല്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു തൗഫീഖാണ്. നന്മകൾ ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, നമുക്ക് ഈമാനുണ്ട്. അതേ സമയത്ത് ചില ആളുകൾക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഇങ്ങനെയുള്ള മജ്‌ലിസിൽ ഇരിക്കാൻ കഴിയൂല. ചില ആളുകൾ ഭയങ്കര വെപ്രാളായിരിക്കും, ഭയങ്കര അസ്വസ്ഥത, എങ്ങനെയെങ്കിലും ഇവിടുന്ന് തടിസലമത്താക്കാൻ നോക്കും. ഒതുങ്ങിയിട്ടൊരു ഇൽമിൻ്റെ സദസ്സിലോ ഒരു ദിക്റിൻ്റെ സദസ്സിലോ ഒരു മനുഷ്യൻ ഇരിക്കാൻ കഴിയണില്ലെങ്കിൽ ഓനെ വല്ലാതെ ഇബ്ലീസ് എന്ത് ചെയ്തിട്ടുണ്ട്? പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മലായിക്കത്തിന്റെ സ്വാധീനം കൂടുതലുള്ളത് കൊണ്ടാണ് അവിടെ ഇരിക്കണത്, ഇല്ലെങ്കിൽ ഇരിക്കാൻ കഴിയൂല. ഷുവർ. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനാ. ദിക്ർ കുറഞ്ഞു, പാപങ്ങൾ കൂടി, ഇസ്തിഗ്ഫാർ കുറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ, അള്ളാഹു ഇസ്തിഗ്ഫാർ എന്നൊരു ഓഫർ നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാണ്. റബ്ബ് നമ്മുടെ യജമാനനാ. ആ യജമാനനായ റബ്ബിന് നമ്മളോട് പറയാലോ, പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ഹറാമാണ്, അത് നിങ്ങൾ ചെയ്യരുത്. അത് ചെയ്താൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടും കാര്യമല്ല, തൗബ ചെയ്തിട്ടും കാര്യമല്ല, എന്ത് പരിഹാരം ചെയ്തിട്ടും കാര്യമല്ല, ഞാൻ പൊരുത്തപ്പെട്ട് തരൂല എന്ന് പറയാൻ റബ്ബിന് അധികാരമുണ്ടല്ലോ. പറയാലോ, യജമാനനല്ലേ. നമുക്കെന്ത് പറയാൻ കഴിയും? നമുക്കെന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ പടച്ചവനെതിരെ? പക്ഷേ ആ റബ്ബ് നമ്മളോടുള്ള കാരുണ്യം കൊണ്ട്, നമ്മളോടുള്ള റഹ്മത്ത് കൊണ്ട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കണേ. ഇന്നഹു കാന ഗഫാറാ. ആ വാക്ക് ശ്രദ്ധിക്കണേ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം. അറബി ഭാഷക്ക് ഇന്നിപ്പോൾ നമ്മൾ പറയേണ്ട ദിവസം, ഇന്ന് ഡിസംബർ 18 ഇന്ന് വേൾഡ് ലാംഗ്വേജ് ഡേ ആണ്, അറബിക് ഡേ ആണ്, ഇന്റർനാഷണൽ അറബിക് ഡേ ആണ്. അറബി ഭാഷാ ദിനം എല്ലാ സ്ഥാപനങ്ങളിലും, തങ്ങൾ ബാബൊക്കെ സ്കൂളിൽ ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും പരിപാടി. എല്ലാ സ്ഥാപനങ്ങളിലും അറബിക് ഡേ ആചരിച്ചു. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൊഞ്ചുള്ള ഭാഷയാണ് ലോകത്ത്. 28 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ, 422 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ, കൈകാര്യം ചെയ്യുന്ന ഭാഷ, ഭയങ്കര മുഞ്ചുള്ള ഭാഷയാണ്. കുറഞ്ഞ വാക്കുകളെ കൊണ്ട് കൂടുതൽ ആശയങ്ങൾ തരുന്ന ഭാഷ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഞാൻ വിശദീകരിക്കണില്ല. ഇന്നഹു കാന ഗാഫിറ എന്നല്ല പറഞ്ഞത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗാഫിറ എന്നല്ല പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ഒന്ന് ഗഫാറാണ്, 2 ഗഫൂറാണ്. ഗാഫിർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവനെന്ന, പാപം പുറത്തു തരുന്നവനെന്ന അർത്ഥം. പക്ഷേ ഗഫൂർ എന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ പുറത്തു തരുന്നവനെന്ന. ഗഫാർ എന്ന് പറഞ്ഞാലും പരിധിയില്ലാതെ പുറത്തു തരുന്നവന. അള്ളാഹു പാപം പൊറുക്കുന്നവനല്ല, അള്ളാഹു പരിധിയില്ലാതെ പാപം പുറത്തു തരുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളിയും. ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന് നമ്മളുള്ള റഹ്മത്ത് കൊണ്ട് അങ്ങനെ ഒരു ഓഫർ തന്നില്ലേ? ആ ഓഫർ ഇല്ലായിരുന്നു നമ്മൾ എങ്ങോട്ടാ പോവുക? പാപം ചെയ്തിട്ട് എങ്ങോട്ടാ പോവുക?
അതുകൊണ്ട് തന്നെ പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഒരു ഹറാമ് ചെയ്യുമ്പോ ഒരു കറുത്ത പുള്ളി, രണ്ടാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പുള്ളി, മൂന്നാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ പുള്ളി. അങ്ങനെ പുള്ളികൾ വീണ് 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 സ്ഫടിക സമാനമായ ആകെ ഒരു 300-350 ഗ്രാം മാത്രം വെയിറ്റുള്ള ഒരു സാധനമാണ് കൽബ്. അത് കല പിടിച്ച് കറുത്തിരുണ്ട് അത് മലിനമായി പോയാൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. പിന്നെ ഒരു നന്മ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങൂല. പിന്നെ ഇതുപോലത്തെ സദസ്സിലൊന്നും ഇരിക്കാൻ കഴിയൂല. പിന്നെ ഉപദേശമൊക്കെ ഓനക്ക് അസഹ്യമായിരിക്കും. ഓനെ പിശാച് പിടിമുറുക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? മനുഷ്യന്മാരാണ്, പ്രത്യേകിച്ച് ആഖിർ സമാനാണ്, ഹറാമുകൾ നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. എവിടെ നോക്കിയാലും ഹറാം, എവിടെ നോക്കിയാലും ഹറാം. ആര് പറഞ്ഞിട്ടും ആര് വഅദ് പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഉമ്മത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റാലികൾ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോണില്ല, നമ്മൾ വളരെ പേടിക്കേണ്ട കാലഘട്ടമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ഉമ്മത്ത് അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് പോവുകയാണ്. നമുക്ക് തോന്നുന്നത് ഭയങ്കര സംഭവമാണ് എന്ന്. പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ പ്രവർത്തനങ്ങൾ ഒരു കാലത്തൊക്കെ രഹസ്യമായി നടന്നിരുന്നു, ഇന്നത് പരസ്യമായി. ചോദ്യം ചെയ്യാൻ ആളില്ല, പറഞ്ഞാ പറഞ്ഞോ കുടുങ്ങും, ഓനെ ട്രോളാൻ തുടങ്ങും. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മിണ്ടണില്ല. അവസാനം എന്താ ഉണ്ടാവുക? ഇതെന്ന് ബനൂ ഇസ്രായേൽ ചെയ്ത പണി തന്നെയായിരുന്നു. ഹറാം അങ്ങനെ ചെയ്തു, കുറെയൊക്കെ പറഞ്ഞു നോക്കി, പറഞ്ഞിട്ട് ആരും കേൾക്കണില്ല. എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തു. അവസാനം ഒറ്റപ്പെടുത്താ അവിടേക്കാണ് പോണത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അദാബ് ഇറങ്ങുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തും. അതിൽ സ്വാലിഹീങ്ങൾ ഉണ്ടാകും, കുട്ടികളുണ്ടാകും, പ്രായമുള്ളവരുണ്ടാകും, ജീവികളുണ്ടാകും, നാൽക്കാലികളുണ്ടാകും. കാരണക്കാരായിരിക്കും കുറച്ച് ആൾക്കാർ. അവരുടെ പ്രവർത്തനം കൊണ്ട് മുഴുവൻ അദാബ് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആഖിർ സമാന. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഒരു ഹറാമും ചെയ്യൂലാന്ന് ഉറപ്പിച്ചിറങ്ങിയാലും കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നില്ലേ? ചെവി കൊണ്ട് ഹറാമ് കേൾക്കേണ്ടി വരുന്നില്ലേ? മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടി വരുന്നില്ലേ? അറിയാതെ ചെയ്തു പോകുന്നു. ഇതൊന്നും പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബ് ശുദ്ധമാവുക? എങ്ങനെയാണ് ഈമാനിന്റെ മധുരം നമുക്ക് കിട്ടുക? എങ്ങനെയാണ് നിസ്കാരത്തിന്റെ ലദ്ദത്ത് നമുക്ക് കിട്ടുക? അല്ലേ, മഹാന്മാരൊക്കെ സുജൂദിലേക്ക് അങ്ങോട്ട് പോയാൽ ഒരു എഴുന്നേൽക്കാൻ തോന്നൂലായിരുന്നു എന്നാണ്. എന്താ ഓലൊക്കെ നിസ്കാരം? നമ്മൾ നിസ്കാരം എവിടെ കിടക്കണു? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പള്ളി മിഹ്റാബിൽ വെച്ചാണ് എന്ത് ചെയ്തത്? നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ കുത്തിയത്. അപ്പൊ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഇഖ്ലാസോടുകൂടി നിസ്കാരത്തിലേക്കാണ് ലയിച്ചു പോയി. കാരണം ശത്രുക്കൾക്കറിയാം, നിസ്കരിക്കാൻ നിന്നാല് മൂപ്പർക്ക് പിന്നെ ഒരു ബോധം ഉണ്ടാവൂല, അപ്പൊ നല്ല സമയമാണ് അപകടപ്പെടുത്താൻ എന്ന് ശത്രുക്കൾക്കറിയാം. അള്ളാഹുവിലങ്ങ് ലയിച്ചു ചേർന്നിരുന്നു അവരൊക്കെ. ഓലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടിൽ നിന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഇന്ന് ആലോചിച്ച് നോക്കിയേ. അഥവാ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ അല്ലാത്ത വേറൊന്നും കൽബിലില്ല. അങ്ങനെ നിസ്കരിച്ചിരുന്ന മഹാന്മാരായ സ്വഹാബത്ത് പോലും സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അപ്പൊ നമ്മളൊക്കെ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലണം? എന്ത് ലദ്ദത്താ നമുക്കുള്ളത്, എന്ത് ഇഖ്ലാസാ നമുക്കുള്ളത്, എന്ത് ഖുശൂആ നമുക്കുള്ളത്. ഹറാമുകൾ ചെയ്തിട്ട് കൽബുകൾ അങ്ങോട്ട് മലിനമായി പോയപ്പോൾ ലദ്ദത്ത് നഷ്ടപ്പെട്ടു പോയി, ഖുശൂഅ് നഷ്ടപ്പെട്ടു പോയി. ഹറാമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ അമലുകളൊക്കെ കാട്ടിക്കൂട്ടലുകളും ചടങ്ങുകളുമായിട്ട് മാറി. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയാണ്, എന്തായാലും എത്രയോ നൂറുകണക്കിന് ഹറാമുകൾ ചെയ്തു കൂട്ടുന്ന നമ്മള് അത് പൊറുപ്പിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ മൂന്ന് പരിഹാര മാർഗങ്ങളിൽപ്പെട്ട ഒരു പരിഹാര മാർഗമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. പ്രധാനമായും 3 വഴിയാണ് പാപം പൊറുപ്പിക്കാൻ. ഒന്ന്, ഇസ്തിഗ്ഫാർ ഇല്ല. ഇസ്തിഗ്ഫാർ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്.
അത് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ അല്ലാഹുവിന് നമ്മളോട് റഅഫത്ത് തോന്നും, റഹ്മത്ത് തോന്നും. ഇന്നോടോ അല്ലേ ഓൻ ചോദിക്കണത്, അല്ലാഹു പുറത്തു തരുമെന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം മുഅ്മിനീങ്ങൾ. അപ്പോഴേ ഈമാനിന് മധുരം ഉണ്ടാകുള്ളൂ. ജമാദുൽ ആഖിർ മാസാണ്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസ അല്ലേ? സിദ്ദീഖ് തങ്ങളുടെ പേരിൽ മൗലൂദ് ഓതിയിട്ടുണ്ടാകുമല്ലോ ഈ മാസങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് യാസീനോ ഫാത്തിഹയോ ഓതിയിട്ടുണ്ടാകുമല്ലോ. പരിശുദ്ധമായ ജമാദുൽ ആഖിർ 21-നാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായത്. ആ സിദ്ദീഖ് തങ്ങളുടെ ഏറ്റവും വലിയ ഫളിൽ എന്താണെന്നറിയോ? അവിടുത്തെ ഈമാനിന്റെ പവറാണ്. ആ ഈമാൻ നമ്മൾ നിലനിർത്തണം. ഈമാന് കൊണ്ട് തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. അത്രക്ക് കാരിരുമ്പിന്റെ ഈമാൻ നമ്മൾ നേടിയെടുത്താൽ പടച്ച റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. അപ്പോഴാണ് ഈമാനിന് മധുരമുണ്ടാകുന്നത്. അല്ലാത്തവയൊക്കെ കാട്ടിക്കൂട്ടലുകളായിട്ട് മാറും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളെ എന്തുകൊണ്ടാ രക്ഷപ്പെട്ടത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഈ ലോകത്തുള്ള സകലമാന മുഅ്മിനീങ്ങളുടെയും ഈമാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും മഹാനായ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ആ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ ഭാരം തൂങ്ങുന്നത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനായിരിക്കും. അപ്പൊ എന്താണ് ആ ഈമാനിന്റെ ഒരു വെയിറ്റ്? അന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ? എന്തൊരു വർത്തനാണ് ഈ പറയുന്നത്. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെ ഈമാൻ ഒരു തട്ടിലും സിദ്ദീഖ് തങ്ങളുടെ മാത്രം ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ ഭാരം തൂങ്ങ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന്റെ കാരണം? അത് കണ്ടുപിടിച്ചാൽ മതി. അതെന്താ കാരണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ അത്രയൊന്നും സിദ്ദീഖ് തങ്ങൾക്ക് നിസ്കരിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഒരു പക്ഷെ ഖുർആൻ ഓതാനും ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഓത്ത് ഒക്കെ ഖുർആന്റെ പാരായണം ഖുർആനിന്റെ അവതീർണം പൂർത്തിയായിട്ട് പിന്നെ കൂടുതൽ കാലം പോലും ജീവിച്ചിട്ടില്ലല്ലോ. നബി തങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഖുർആനിന്റെ അവതീർണം പൂർത്തിയായത്. നബി തങ്ങൾ വഫാത്തായിട്ട് പിന്നെ രണ്ടര ചില്ലറ മാസമല്ലേ സിദ്ദീഖ് തങ്ങൾ പിന്നെ ജീവിച്ചിട്ടുള്ളൂ ഖുർആന്റെ അവതീർണം പൂർത്തിയായിട്ട്. അപ്പൊ ആകെ ഖുർആൻ ഓതാൻ ഓൽക്ക് കിട്ടിക്കുന്നത് 2.5 കൊല്ലാണ്. ആർക്ക്? സിദ്ദീഖ് തങ്ങൾക്ക്. ഞമ്മക്ക് എത്രാമത്തെ വയസ്സ് മുതൽ നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്? ഇപ്പൊ എത്ര വയസ്സായി ഞമ്മക്ക്? എന്നിട്ടും നമ്മളെക്കാളും ഈമാൻ സിദ്ദീഖ് തങ്ങൾക്ക്. നമ്മളൊക്കെ എത്ര കാലമായി നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട്? 15, ഏറ്റവും ചുരുങ്ങിയത് 15 വയസ്സ് മുതൽ നോമ്പെടുക്കാൻ തുടങ്ങിയില്ലേ? ഓരോരുത്തർക്ക് എത്ര വയസ്സായി? 15ഉം 20ഉം 30ഉം കൊല്ലായി റമദാൻ കൃത്യമായി നോമ്പെടുക്കാൻ തുടങ്ങിയാലല്ലേ? സിദ്ദീഖ് തങ്ങൾക്ക് ആകെ നോമ്പെടുക്കാൻ കിട്ടിയത് എത്ര കൊല്ലാകെ? 3-4 കൊല്ലം കിട്ടണം മാക്സിമം. 3-4 റമദാൻ നിർബന്ധാക്കിയിട്ട് ആലോചിച്ച് നോക്കണം. എന്നിട്ടും സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് ഭാരം. എന്താണെന്നറിയോ? സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹുബ്ബുല്ലാഹി വ ഹുബ്ബുൻ നബി മുഹമ്മദിൻ. അവിടെ നിന്നാ മതി നമ്മൾ. അതിനാണ് പരിശുദ്ധമായ റജബ് വരുന്നത്. അപ്പൊ ഇസ്തിഗ്ഫാർ ഓട്ടോമാറ്റിക്കലി വരും. അള്ളാഹുവിനോട് നമുക്ക് മഹബത്ത് തോന്നിയാൽ അതിനാദ്യം അള്ളാന്റെ മഹബത്ത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിപ്പോ നിങ്ങൾ ഒരാളോട് എനിക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ ഇങ്ങക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് ആദ്യം എനിക്ക് ബോധ്യപ്പെടണ്ടേ? അപ്പോഴല്ലേ എനിക്ക് മഹബത്ത് ഉണ്ടാവുള്ളൂ. അള്ളാഹിനോട് നമുക്ക് മഹബത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ ആദ്യം അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് പഠിക്കണം. അള്ളാഹിനെ പറ്റി മനസ്സിലാക്കണം. ഞാൻ ഒറ്റ കാര്യം പറയാം, വിശദമായിട്ട് പറയാൻ ഇവിടെ ടൈമില്ല. നമുക്ക് ദുആയിലേക്ക് കിടക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം, നമ്മളോടുള്ള ഇഷ്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അതിന് കൂലിയാണ്. ആണോ അല്ലയോ? കൂലിയാണ്. നന്മ ചെയ്തിട്ടില്ല ഓനെ. മൻ ഹമ്മ ബി ഹസന, ഒരാൾ ഒരു ഹസനത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ ഫലഹു ഹസന, അവനൊരു ഹസനത്തുണ്ട്, കൂലിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി ഓൻ വിചാരിച്ചു, ഉദാഹരണം പറഞ്ഞാൽ ഈ മജ്ലിസിലേക്ക് വരണമെന്ന് കരുതിയിട്ടുള്ളൂ ഒരാള്, വരാൻ പറ്റിയില്ല, അയാൾക്ക് എന്തോ തടസ്സം വന്നു, വരാൻ പറ്റിയില്ല, അയാൾക്കും കൂലി കിട്ടി. എന്റെ നിയത്താക്കി.
അങ്ങനെ കരുതും ചെയ്തു, നിയത്ത് ചെയ്യും ചെയ്തു, ഇങ്ങോട്ട് എത്തും ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹാ, അവന് 10 ഇരട്ടി കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു നന്മ വിചാരിക്കുകയും ആ നന്മ ചെയ്യും ചെയ്താൽ 10 ഇരട്ടി കൂലിയാണ്. അള്ളാന്റെ അടുത്ത് മിനിമം 10, 10ൽ കുറഞ്ഞൊരു പരിപാടി ഇല്ല. ഒരു റുപ്യ സ്വതക്ക കൊടുത്താൽ 10 റുപ്യന്റെ കൂലി. എന്ത് അമലിനും മിനിമം 10 ആണ്. കരുതിയ ഒരു കൂലി, കരുതിയാൽ മതി, ചെയ്യണമെന്നില്ലെന്നാലും കൂലിയാണ്. അതേസമയത്ത് ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ കരുതി, കള്ളുടിക്കണമെന്ന് മനസ്സിൽ കരുതി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയില്ല. നന്മ കരുതിയാൽ കൂലിയുണ്ടെന്ന് വെക്കുമ്പോ തിന്മ ചെയ്താൽ എന്തുണ്ടാവണം? തിന്മ കരുതിയാൽ എന്തുണ്ടാവണം? ശിക്ഷ ഉണ്ടാവണം. പക്ഷെ അള്ളാഹു ശിക്ഷിക്കൂല. ഒരു തിന്മ ചെയ്യാൻ കരുതുന്നത് കൊണ്ട് മാത്രം അള്ളാഹു എന്ത് ചെയ്യൂല? ശിക്ഷിക്കുകയില്ല. ഇനി ഓന് കള്ളുടിക്കാൻ വിചാരിച്ചു, കുടിക്കും ചെയ്തു, എന്നാൽ അള്ളാഹു ഒരു തിന്മ രേഖപ്പെടുത്തും. നന്മക്ക് ചുരുങ്ങിയത് 10 കൂലി, തിന്മക്ക് 1 ശിക്ഷ, 1 കുറ്റം. ഇതിന് റഹ്മത്ത് എന്നല്ലാതെ എന്താ നീ പറയാ? ഇത് നിന്റെ വക പറയല്ല, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. ഇനി എന്താ ഇതിനപ്പുറം ഒരു റഹ്മത്ത് നമ്മൾ പറയേണ്ടത്? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളെ വലത് ഭാഗത്ത് ഒരു മലക്കുണ്ട്, ഇടത് ഭാഗത്ത് ഒരു മലക്കുണ്ട്, അല്ലേ? എന്തൊരു നന്മ നമ്മൾ ചെയ്താലും ഈ മലക്ക് എന്ത് ചെയ്യും? എഴുതി വെക്കും. പക്ഷേ ഒരു തിന്മ പറഞ്ഞാൽ ഇടത് ഭാഗത്തുള്ള മലക്ക് അപ്പം എഴുതണം ശരിക്ക്. പക്ഷെ അല്ലാഹു ആ മലക്കിനോട് പറയും, അംഹിൽഹു, വെയിറ്റ് ചെയ്യ്, പ്ലീസ് വെയിറ്റ്. ഓ ഇസ്തിഗ്ഫാർ ചെല്ലുണ്ടോ അല്ലേ നോക്കുക. ഇസ്തിഗ്ഫാർ ചെയ്താൽ അത് എഴുതരുത്. ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ഒരു തെറ്റ്, ഒന്ന് മാത്രം എഴുതി വെക്കണമെന്ന് അള്ളാഹു ഈ മലക്കിനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പറയും, ആ റബ്ബിന് നമ്മളോട് ഇഷ്ടല്ലേ എന്ന്. ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയാൽ ഇസ്തിഗ്ഫാർ ചെല്ലാൻ ഒരു മടി ഉണ്ടാവൂല, നിസ്കരിക്കാൻ ഒരു മടി ഉണ്ടാവൂല, നോമ്പെടുക്കാൻ ഒരു മടി ഉണ്ടാവൂല. അങ്ങനെയാണ് മഹാന്മാരൊക്കെ ലോകത്ത് ജീവിച്ചു പോയത്. അങ്ങനെ ഇഷ്ടം കൂടിയാൽ പിന്നെ റബ്ബിനോട് ഇഷ്കണ്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നും പറയാൻ കഴിയൂല. മഹാനായ ഖാജാ തങ്ങളെ കേട്ടിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. ഖാജാ തങ്ങൾ ഒരു ദിവസം നടന്നു പോണ സമയത്ത് മഴ പെയ്തപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി. ഖാജാ തങ്ങൾ നടക്കാൻ പോവുക. എനിക്ക് തോന്നുന്നത് കൊടി കയറിയും തോന്നുന്നുണ്ട് ഉറൂസിന് അജ്മീറിൽ. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാന്റെ ഫൈലും മദതും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇന്ത്യയുടെ ഭൗതിക പ്രധാനമന്ത്രിമാരും ചക്രവർത്തിമാരും മാറി മാറി വരും. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ഇന്ത്യക്ക് ഒറ്റ സ്പിരിച്വൽ എംപറർ മാത്രമേ ഉള്ളൂ. അതാണ് മഹാനായ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി. അതിന് മാറ്റല്ല. ഇന്ത്യയുടെ ആത്മീയ ചക്രവർത്തി മഹാനായ ഖാജ തങ്ങളാ. മുത്തുനബി നമുക്ക് 2 സമ്മാനം ഇന്ത്യക്കാർക്ക് തന്നത്. ദക്ഷിണേന്ത്യയിലേക്ക് മഹാനായ ഇബ്രാഹിം ബദുഷപ്പാപ്പാനെയും പറഞ്ഞയച്ചു, ഉത്തരേന്ത്യയിലേക്ക് മഹാനായ ഖാജ തങ്ങളെയും പറഞ്ഞയച്ചു. 2 ആളെയും പറഞ്ഞയച്ചതാ സമ്മാനമാണ്. അത്വാഉർ റസൂൽ എന്ന ഖാജ തങ്ങളെ പേര്. അത്വാഉർ റസൂൽ മുത്തുനബി നമുക്ക് തന്ന ഗിഫ്റ്റാണ് മഹാനായ ഖാജ തങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹനെ ഇഷ്ടപ്പെട്ടിട്ടേ സ്നേഹിച്ചിട്ടേ നടന്നു പോണ സമയത്ത് മഴ പെയ്തപ്പോൾ ഒരു വീട്ടിലേക്ക് ഓടിക്കേറി. അപ്പോൾ സ്വാഭാവികല്ലേ, വീട്ടുകാർ ഇരുന്നോളാൻ പറഞ്ഞു, സമ്മതമൊക്കെ കൊടുത്തു. മഴ പെയ്ത് തോർന്നതിന് ശേഷവും ഖാജ തങ്ങൾ പോണില്ല. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു, അല്ലെന്താ മഴയൊക്കെ തോർന്നല്ലോ? അപ്പോൾ ഖാജ തങ്ങൾ പറഞ്ഞു, തരേ പ്ലീസ് കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കാൻ എനിക്ക് സമ്മതം തരണം. എന്തേ? മഴ പെയ്ത് തോർന്നിട്ടേ ഉള്ളൂ, വെള്ളം റോട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴവെള്ളം ചവിട്ടിക്കിടക്കുന്നത് എനിക്ക് ലജ്ജയാണ്. ആ വെള്ളം വറ്റുന്നത് വരെ ഇവിടെ ഇരിക്കാൻ എനിക്ക് സമ്മതം തരണമെന്ന് മഹാനായ ഖാജ തങ്ങൾ പറഞ്ഞു എന്നാണ്. നിങ്ങൾ പറയും, നിങ്ങൾ ഏതെങ്കിലും കിതാബിലോ വഅദിലോ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ മഴവെള്ളത്തു കൂടെ നടക്കൽ തെറ്റാണെന്ന്? ഹറാമുമില്ല, കറാഹത്തുമില്ല, ഖിലാഫുൽ ഔല പോലും ഇല്ല.
എന്താ മഴവെള്ളത്തിൽ കൂടെ നടന്നൂടെ? ഒരു പ്രശ്നവും അതിനില്ല. പക്ഷെ അള്ളാനെ അങ്ങ് ഇഷ്ടപ്പെട്ടപ്പോ, അള്ളാനെ അങ്ങ് പ്രണയിച്ചപ്പോ, അള്ളാനെ അങ്ങ് പ്രേമിച്ചപ്പോ മഹാനായ ഖാജ തങ്ങൾക്ക് പിന്നെ വെള്ളത്തിൽ ചവിട്ടാൻ പറ്റുന്നില്ല. അതാണ് മഹബ്ബ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 3 കാര്യം ഒരു മുഅ്മിനായ മനുഷ്യനിലുണ്ടെങ്കിൽ, മൻ കുന്ന ഫീഹി സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ ടേസ്റ്റ് അവൻ അനുഭവിക്കാൻ കഴിയുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. 3 കാര്യം ഉണ്ടായാൽ മതി, എന്നാ ശരിക്കും അതിന്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നല്ല ലദ്ദത്തിൽ നിസ്കരിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കണം, എത്രയോ മനുഷ്യന്മാർ നല്ല റാഹത്തിൽ നിസ്കരിക്കുന്നവരുണ്ട്, ഭയങ്കര ഖുശൂഇൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, നിസ്കരിച്ചിട്ട് പൂതി മാറാത്തവരുണ്ട്, സുജൂദ് ചെയ്തിട്ട് പൂതി മാറാത്തവരുണ്ട്. ഈ ആഖിർ സമാനിലും അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നോമ്പെടുത്തിട്ട് പൂതി മാറാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്. എന്നോടൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് ചോദിച്ചു? എനിക്കെൻ്റെ കൂട്ടുകാരനെ പോലെ ആവണം, അതിനു വേണ്ടി ദ്വേർക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ ആകെ അന്തം വിട്ടു. കൂട്ടുകാരനെ പോലെ ആവണമെന്നോ? എനിക്കെൻ്റെ കൂട്ടുകാരനെ പോലെ ആവണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ കൂട്ടുകാരൻ്റെ പ്രത്യേകത ചോദിച്ചു. ഉസ്താദേ, റജബ് ഉണ്ട് വന്നാൽ റജബ് മുഴുവനും മോനും നോമ്പാ, ശഅബാൻ മുഴുവനും നോമ്പാ, റമദാൻ പിന്നെ ഏതായാലും നോമ്പാ. എത്രയായി? 90 നോമ്പായി. ശവ്വാലിലെ 6 നോമ്പും എത്രയായി? 96 നോമ്പ്. ഇത് വർഷങ്ങളായി ഓന് അനുഷ്ഠിച്ചു വരിക. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 22, 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നമ്മളങ്ങനെ ചെറുപ്പക്കാരെ മൊത്തം അടച്ചാക്ഷേപിക്കണ്ട. നല്ല നല്ല മക്കളുണ്ട് നമ്മളെ കൂട്ടത്തിൽ, നമ്മളെ കുടുംബങ്ങളിൽ, നമ്മളെ നാട്ടിൽ, നമ്മളെ മഹല്ലിൽ. എന്നിട്ട് ഇവനോട് പറയാണ്, ഉസ്താദ് ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് എത്തണില്ല. എനിക്ക് ഓനെ കാണുമ്പോൾ അസൂയ തോന്നുക. എല്ലാ കൊല്ലവും മോന് 96 നോമ്പെടുക്കും. എന്താ ഈമാനൊക്കെ? കാരണം നോമ്പെടുത്തിട്ടുണ്ട്, പൂതി മാറുന്നില്ല. അതെന്നെ മഹദിയായ നഫീസ ബീവിയും പറഞ്ഞത്. 35 കൊല്ലമായി ഞാൻ പടച്ചോനെ എൻ്റെ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്കും ശേഷം, എൻ്റെ നോമ്പിന്റെ ശേഷം പടച്ചോനെ ഞാൻ ദ്വേർക്കണു, എന്നെ നോമ്പുകാരിയായിട്ട് മരിപ്പിക്കണം എന്ന് ദ്വേർന്നില്ലേ സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ. അവിടുത്തെ ഖാദിമത്തായിരുന്നു സൈനബ് ബീവി. സൈനബ് ബീവി പറയാണ്, ഞാൻ മഹദിയായ നഫീസ ഉമ്മാക്ക് 40 കൊല്ലം ഖിദ്മത്ത് ചെയ്തു. പകലിൽ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടില്ല, രാത്രി ഉറങ്ങുന്നത് ഞാൻ കണ്ടില്ല. 40 കൊല്ലേ. ഓലൊക്കെ റബ്ബിലങ്ങ് ലയിച്ച് ചേർന്നിട്ട് അതിൽ രസം കണ്ടെത്തി. നമ്മളെ രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ പോകുക, ഭക്ഷണം കഴിക്കുക, മന്തി തിന്നുക, ബ്രോസ്റ്റ് തിന്നുക, ഇതൊക്കെ നമ്മളെ ലദ്ദത്ത്. മഹാന്മാർക്ക് അങ്ങനെയല്ല. നമ്മൾ ബ്രോസ്റ്റ് തിന്നതിൻ്റെ എത്രയോ 100 ഇരട്ടി വൈബ് ഓലിക്ക് എന്തുകൊണ്ട് കിട്ടുന്നുണ്ടെന്ന് അറിയോ? ഒരു നിസ്കാരം കൊണ്ട് കിട്ടുന്നുണ്ട്, ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടുന്നുണ്ട്, ഒരു സ്വലാത്ത് മജ്ലിസ് കൊണ്ട് കിട്ടുന്നുണ്ട്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അതിനെന്തു വേണം? അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനോടുണ്ട് മഹബ്ബത്ത് തോന്നണം. മുഅ്മിനീങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അവർ റബ്ബിനോട് വല്ലാത്ത പിരിശമുള്ളവരായിരിക്കുമെന്നാണ്. പിരിശം വന്നാൽ പിന്നെ പേടിയില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കന്മാർക്ക് പടച്ചോനെ പേടില്ല. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, ഞാൻ ഖുർആനാ പറയണത്. എന്ത്? ഔലിയാക്കൾക്ക് പടച്ചോനെ പേടില്ല. ലാ ഖൗഫുൻ അലൈഹിം. ഒരു വ്യാഖ്യാന ഞാൻ പറയണത്, അവർക്ക് പേടില്ല. അള്ളാനെ പേടിയല്ല അവർക്ക് എന്താണ്? ഇഷ്ടമാണ്, മഹബ്ബത്ത. നമ്മളും ഔലിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഔലിയാക്കന്മാര് അമല് ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുന്നത് അള്ളാനെ സ്നേഹിച്ചിട്ട് നിസ്കരിക്കാതിരിക്കാൻ ഓലെ കൊണ്ട് കഴിയൂല. ഞാൻ ഒരു നിസ്കാരം ഖളായി പോയ പടച്ചോനെ എൻ്റെ റബ്ബിന്റെ ഇഷ്ടം, എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള പേടിയാ പോലെ പ്രശ്നം. നമ്മളതോ, നമ്മൾ ഒരു വക്കത്ത് നമ്മൾ നിസ്കാരം ഒഴിവാക്കാത്ത എന്താന്ന് വെച്ചാൽ, ഞാൻ നിസ്കാരം ഒഴിവാക്കിയ എന്നെ പടച്ചോന് ഖബറിലെത്തിയാൽ ശിക്ഷിക്കോലോ എന്നുള്ള പേടിച്ചിട്ടാ. ഇതാണ് ഓലും നമ്മളും തമ്മിൽ വ്യത്യാസം. നമ്മൾ പേടിച്ചിട്ടാണ് അമൽ ചെയ്യണത്.
പേടിച്ചിട്ട് അമല് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ലദ്ദത്ത് നമുക്ക് കിട്ടണില്ല. ഇപ്പൊ ഉദാഹരണം പറയാ, വാപ്പ നമ്മളോട് പറഞ്ഞോടാ ഇജ്ജ് വരുമ്പോ കുറച്ച് വെറ്റില് വാങ്ങിക്കൊണ്ടുവരണം കേട്ടോ എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞാലാണ് നമ്മൾ വാപ്പാനെ പേടിച്ചിട്ട് വെറ്റില കൊണ്ടുപോയി കൊടുക്കും, അതിനൊരു രസം ഉണ്ടാവില്ല കൊണ്ടുപോയി കൊടുക്കണേന്. അതേ സമയത്ത് വാപ്പൊന്നും ഇങ്ങോട്ട് പറയാതെ വാപ്പാനോടുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് അടക്കിയും വെറ്റിലയും പോലെ കണ്ട് വാങ്ങിക്കൊടുത്താൽ എന്ത് രസമായിരിക്കും നമുക്ക്. അതിന് പ്രത്യേക ഒരു ലദ്ദത്ത് നമുക്ക് കിട്ടും. പേടിച്ചുകൊണ്ട് ചെയ്യുന്ന അമലിനൊന്നും ലദ്ദത്ത് ഉണ്ടാവില്ല. പേടിച്ചിട്ടല്ല ചെയ്യേണ്ടത്, ലദ്ദത്ത് കൊണ്ട് ചെയ്യണം, അതിനെ രസം ഉണ്ടാകുള്ളൂ. മഹബ്ബത്ത് കൊണ്ട് ചെയ്യണം. ഇവിടെയാണ് നോക്കൂ നിങ്ങൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയല്ല ഉള്ളത്, അവർക്കുള്ളത് മഹബ്ബത്താണ്. അല്ലേ? അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റെല്ലാതും റോട്ടിൽ തള്ളടോ. അല്ലാഹുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഔലിയാക്കൾക്ക് പേടിയില്ലെന്ന സൂക്തം ഖുർആനിലുണ്ടടോ. നോക്കൂ നിങ്ങൾ, ഔലിയാക്കൾക്ക് പേടിയില്ല എന്ന സൂക്തം എവിടെയുണ്ട്? ആ ആയത്തെ ഞാൻ ഓതിയത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ. അതിന്റെ ഒരു വ്യാഖ്യാനം അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടം തോന്നണം. ഇഷ്ടം തോന്നണമെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു കാര്യങ്ങളോട് പറയട്ടെ, ഈ ലോകത്ത് 800 കോടി മനുഷ്യന്മാരുണ്ട്. എങ്ങനെ റബ്ബിനോട് നമുക്ക് ഇഷ്ടം തോന്നാതിരിക്കണം? എന്തിന് തോന്നാതിരിക്കണം? 800 കോടി മനുഷ്യന്മാരില് എന്റെ റബ്ബ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ ഇവിടുന്ന് പ്രസംഗിക്കാൻ ആവശ്യമായ കഴിവും ആക്ഷനും ആശയവും വാക്കും ശൈലിയും ആഫിയത്തും ഒക്കെ പാരാ തരുന്നത്? എന്റെ റബ്ബാണ്. എന്റെ അമ്മ നോക്കണില്ല, ബാപ്പ നോക്കണില്ല, എന്റെ പെണ്ണുങ്ങൾ നോക്കണില്ല, കുട്ടികൾ നോക്കണില്ല, ആരും നോക്കണില്ല. ഇപ്പൊ എന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ. മൊത്തത്തിൽ എല്ലാരും കൂടെ നോക്കണ കൂട്ടത്തിൽ എന്നെ നോക്കല്ല, എന്നെ മാത്രം വേറെ. ഇതേപോലെ ഈ ഇരിക്കണ ഓരോരുത്തരെയും വെവ്വേറെ അല്ല നോക്കുന്നുണ്ട്. 24 മണിക്കൂറും. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്ക വല്ല ബോധവും ഞമ്മക്കുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഒരു ഉമ്മ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുന്നതിനേക്കാളും എത്രയോ ശക്തമായ ശ്രദ്ധയിൽ അള്ളാഹു നമ്മളെ താരാട്ടുപാട്ടി ഉറക്കാണ്. വെറുതെ അല്ല നമ്മൾ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ പറയണത്. എന്തൊരു നിഅ്മത്താ. ആ അള്ളെങ്ങാനും ആ ഉറക്കത്തിൽ നമ്മളെ കൈവിട്ടാൽ പിന്നെ നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഉറക്കത്തിലെങ്ങാനും അള്ളാഹ്ക്ക് എന്തൊക്കെ ചെയ്യാൻ നമ്മളെ ആ ഉറക്കത്തെ നമ്മൾ ആഫിയത്ത് നഷ്ടപ്പെടുത്തിക്കൂടെ? കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്തൂടെ? അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ചലനം നഷ്ടപ്പെടുത്തിക്കൂടെ? ജീവൻ തിരിച്ചെടുത്തൂടെ? ഇതൊന്നും ചെയ്യാതെ നേരം വെളുക്കുമ്പോ രാവിലെ 10 മണിക്ക് ഉറങ്ങാൻ കിടക്കണ സമയത്തുണ്ടായിരുന്ന എല്ലാ കഴിവും അള്ളാഹു തിരിച്ചു തന്നിരിക്കുന്നു രാവിലെ എഴുന്നേറ്റപ്പോ. ഇതിനൊക്കെ എത്ര ഹംദും ശുക്റും പറയണം നമ്മൾ. എന്തൊരു ഇഷ്ടമാണ് അള്ളാഹ്ക്ക് നമ്മളോട്. ഈ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കാത്തതാ നമ്മളെ പ്രശ്നം. പിന്നെ നമുക്ക് തോന്നുകയാണ് എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ. ഇതൊക്കെ പടച്ചോന് ചിലപ്പോൾ എന്നെ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ട് പടച്ചോൻ തരുന്നതാണ് എന്നാണ് നമ്മളെ വിചാരം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോട് പറയട്ടെ, ലോകത്ത് പട്ടിണി കടക്കുക എന്നുള്ളതാണ് അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ദേഷ്യം ആരോടാണെന്ന് പറയേണ്ടി വരും? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? നബിതങ്ങൾ പട്ടിണി കടത്തുന്നതിന് കയ്യും കണക്കുണ്ടോ? അള്ളാന്റെ ഹബീബ് ജീവിതത്തിൽ ഒരിക്കൽ പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. എത്ര ഹദീസ് നമ്മൾ കേട്ടു, എത്ര വാതിൽ കേട്ടു. അള്ളാന്റെ ഹബീബ് അനുഭവിച്ച പരീക്ഷണങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളും തമ്മിൽ കമ്പയർ ചെയ്താൽ അത്ഭുതപ്പെട്ടു പോകും. അതിന്റെ 4 അയലത്തേക്ക് എത്തൂല നമ്മളെ പരീക്ഷണങ്ങൾ. നമ്മൾ മനസ്സിലാക്കരുത് നമുക്ക് രോഗം വരുന്നത് അള്ളാഹ്ക്ക് ദേഷ്യം കൊണ്ടാണ്.
ഞാൻ സാധാരണ എൻ്റെ വാതിൽ എന്താ പറയാറുള്ളത് അറിയോ? ഒരു ജീവിതത്തിൽ ഒരു പ്രയാസവും ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ഓൻ പേടിക്കണം. ഒരു പ്രശ്നമല്ല, ആരോഗ്യ പ്രശ്നമല്ല, സാമ്പത്തിക പ്രശ്നമല്ല, കുടുംബത്തിൽ പ്രശ്നമല്ല, ജോലിയിൽ പ്രശ്നമല്ല, ഒരു പ്രശ്നവും ഓനിക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഓനോട് പടച്ചോന് ഇഷ്ടമല്ല എന്നാണ്. അള്ളാഹ്ക്ക് ഒരു മനുഷ്യനോട് ഇഷ്ടമുണ്ടോ അള്ളാഹു പരീക്ഷിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആൾ അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ അമ്പിയാക്കന്മാർ. ആരമ്പിയാക്കന്മാര്? ഒരു തെറ്റുപോലും ചെയ്യാത്ത മഅസൂമുകൾ. പിന്നുണ്ടോ ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്യുന്ന നമ്മള്? അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അനുഭവിച്ച എന്ത് പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത്? നമ്മൾ ഒറ്റ കാര്യം ഞാൻ പറയാം, ദീർഘമായിട്ട് പറയാം, അവിടെ ടൈമില്ല, നീണ്ടുപോകും, നമുക്ക് ദ്വേർക്കണം. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് അള്ളാഹു 7 മക്കളെ കൊടുത്തിരുന്നു, അല്ലേ? 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. 7 മക്കളാണ് അള്ളാന്റെ ഹബീബിന് ഉണ്ടായിരുന്നത്. 63-ാമത്തെ വയസ്സിൽ മുത്തുനബി വഫാത്താകുമ്പോൾ ഒരു കുട്ടി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്, മഹദിയായ സയ്യിദത്തുന ഫാത്തിമത്തു സുഹ്റ. ജീവിതത്തിൽ 6 മക്കളുടെ മയ്യത്ത് കണ്ട ഉപ്പയാണ് മുഹമ്മദ് മുസ്തഫ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, 6 മക്കളെ മയ്യത്ത് കണ്ട ഏതെങ്കിലും ഉപ്പുണ്ടെങ്കിൽ? എന്തേ അള്ളാന്റെ റസൂലിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലായിരുന്നോ? അപ്പം നമ്മൾ വിചാരിച്ചെടുത്ത് പിഴച്ചതാണ്. പരീക്ഷിക്കലല്ല വെറുപ്പിന്റെ മാനദണ്ഡം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഒരു പ്രശ്നം ഇല്ലെങ്കിലാണ് അവൻ പേടിക്കേണ്ടത്. അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കും. ചിലപ്പോ മുട്ടിന് വേദന ഉണ്ടാകും, ഒരുപാട് ചികിത്സ നടത്തി, ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത മരുന്നില്ല, നടത്താത്ത ചികിത്സയില്ല, ദ്വേർപ്പിക്കാത്ത ഉസ്താദുമാരില്ല, കൊടുക്കാത്ത നീർച്ചല്ല, എന്നിട്ടും മുട്ടുവേദന ബാക്കിയാണ്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊന്നും പടച്ചോൻ കാണുന്നില്ല, കേൾക്കണില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ മുട്ടുവേദന മാറുന്നില്ലെങ്കിൽ ഓൻ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ഓൻ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഖൈറിന് വേണ്ടി നാളെ ആഖിറത്തിലേക്ക് പടച്ചോൻ വെച്ച ഒരു സാധനമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു എനിക്ക് തന്നൊരു വേദനയാണെന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. ഇങ്ങനെ ആയിരുന്നു സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും സൂഫിയാക്കളും ഒക്കെ പരീക്ഷണങ്ങളെ കണ്ടത്. ഇന്ന് ഞാനൊരു കാര്യങ്ങളോട് പറയാം, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ, നമുക്കൊക്കെ അറിയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ വാഴ്ന്നിന് വരുന്ന, നമ്മളൊക്കെ വാഴ്ന്നിന് വിളിക്കുന്ന പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ എന്നോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? മൂപ്പർക്ക് പൈൽസിന്റെ രോഗമാണ്. അപ്പം ഞാനത് ചോദിക്കാൻ കാരണം, പ്രഭാഷണത്തിന് ഞാൻ വിളിച്ച് പള്ളിയിൽ വന്നപ്പോൾ മൂപ്പര് എന്താ പറയുക, പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ടോയ്ലറ്റ് പോയപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും കാണില്ല. അപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു പേടിയായി, പഠിച്ച വല്ലതും സംഭവിച്ചു പോയോ എന്ന്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ കുറച്ച് സമയം എടുക്കും, എനിക്ക് പൈൽസിൻ്റെ രോഗം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് മൂപ്പരിനോട് പറയാണ്, ഞാൻ എൻ്റെ ഈ വിഷയം ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, മരുന്ന് കഴിച്ചുകൊണ്ടൊന്നും ഒരു മാറ്റമല്ല. അങ്ങനെ ഒരിക്കൽ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടപ്പോൾ, ഒരു മജ്ലിസിൽ വെച്ച് കണ്ടപ്പോൾ, ഞാൻ ഉസ്താദിനോട് സങ്കടം പറഞ്ഞു, ഉസ്താദെ എനിക്ക് പൈൽസിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഭയങ്കര പ്രയാസമുണ്ട്, പ്രഭാഷണത്തിന് പോകാൻ പറ്റണില്ല, ദർസ് നടത്താൻ പറ്റണില്ല, പല പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് ഉസ്താദ് അത് സുഖമാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? നിങ്ങൾ എന്നോട് മൂപ്പര് നേരിട്ട് പറഞ്ഞതാ. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിമക്കൂടെ കേട്ട് പറയല്ല, നേരിട്ട് പറഞ്ഞതാണ് എന്നോട്. ഉസ്താദ് പറഞ്ഞു തരേ, ഇനി തൽക്കാലം ആ രോഗത്തിന് ചികിത്സ നടത്തണ്ട, അതവിടെ നിന്നോട്ടെ, ആഖിറത്ത് ചെല്ലുമ്പോൾ വല്ലതും വേണ്ടേ? എന്ത്? ആഖിറത്തിൽ എത്തുമ്പോൾ വല്ലതും കൂലി വാങ്ങാൻ വല്ലതും വേണ്ടേ? ഇനി ഒരു ചികിത്സക്കും പോണ്ട, ഒരു മരുന്നും കഴിക്കണ്ട. ഉസ്താദിനോട് പറയാണ്, അതിനു ശേഷം ഇന്ന് വരെ ഞാൻ ചികിത്സക്ക് പോയിട്ടില്ല, അത് അനുഭവിച്ച് നടക്കുകയാണ്. ഓലൊക്കെ പരീക്ഷണങ്ങൾ കണ്ടത് അങ്ങനെയാ. ഞമ്മക്കിതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവൂല. ഒരു ഗർഭസ്ഥ ശിശു മരിക്കുക എന്നൊക്കെ പറഞ്ഞാല്, ഒരു ചെറിയ കുട്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ വേദനയുള്ള കാര്യമാണ്. ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം, ബാപ്പാനെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇതിന് നാളെ സ്വർഗത്തിൽ കൂലിണ്ട് കിട്ടുമ്പോൾ, അഥവാ ഒരു ചെറിയ കുട്ടി മരിച്ചുപോയി, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകൂലേ, കരഞ്ഞിട്ടുണ്ടാകൂലേ, ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാകൂലേ? ഈ ക്ഷമക്ക് അള്ളാഹു നാളെ അവിടെ കൂലിണ്ട് തരുമ്പോ ഇവൻ പറയൂത്ര, പഠിച്ചോനെ ഇത്രക്ക് വലിയ കൂലി ഇതിനുണ്ടെങ്കിൽ
ഒരു കുട്ടി മരിച്ചതിൻ്റെ പേരിൽ ഇത്രയും കൂലി തരുന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കുട്ടികളും കൂടി മരിച്ചാൽ മതിയായിരുന്നു ദുനിയാവെന്ന് അവിടെ നിന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ കൂലി? ശുഹദാക്കൾ ആരാന്ന് ഞമ്മക്കറിയാം. ദീനിനു വേണ്ടി പടപൊരുതിയിട്ട് ജീവൻ കൊടുത്ത ആളുകളാ ശുഹദാക്കള്. ശുഹദാക്കൾക്ക് നാളെ സ്വർഗത്തിൽ പദവി കിട്ടുമ്പോ അവർ പടച്ചോനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഉള്ളൂ. എന്താണെന്നറിയോ? പടച്ചോനെ, ഞങ്ങൾ ഒന്നും കൂടി ദുനിയാവുക്ക് പറഞ്ഞേക്കോ? ഞങ്ങൾ ഒന്നും കൂടി ജിഹാദ് നടത്തിയിട്ട് ഷഹീദായിട്ട് വരട്ടെ. ഇവിടെ വന്നു നോക്കുമ്പോ എന്തൊരു കൂലിയാണ്. ഞങ്ങൾക്ക് ഡബിൾ കൂലി കിട്ടൂലേ? ഞങ്ങൾക്ക് ഒന്നുകൂടെ ദുനിയാവിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുമോ? എന്നിട്ട് ഞങ്ങളൊന്ന് ജിഹാദ് നടത്തി ഷഹീദായി വീണ്ടും വരട്ടെ, സമ്മതം തരുമോ? പക്ഷെ അവിടെ എത്തിയാ പിന്നെ ദുനിയാവിലേക്ക് മടക്കുന്ന പരിപാടി ഇല്ലാത്തോണ്ട് അള്ള സമ്മതം കൊടുക്കൂല. ഇതാണ് നമ്മൾ ഒരു കാലിലൊരു മുള്ള് തറച്ച കൂലുണ്ട് എന്ന് പഠിച്ച ആൾക്കാരല്ല നമ്മൾ. എന്തിനാ നമ്മൾ സങ്കടപ്പെടുന്നത്? ആർക്കും അവിടെ പ്രയാസമില്ലാത്തത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ സുഖങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊന്നും ഇല്ലാത്തൊരു ദുനിയാവ് നമ്മൾ ആരും സ്വപ്നം കാണണ്ട. അത് വിഡിത്തമാണ്. നമുക്ക് സുഖം മാത്രമേ നമുക്ക് വേണ്ടതുള്ളെങ്കിൽ അതിന് പടച്ചോനൊരു ലോകം വെച്ചിട്ടുണ്ട്. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ എത്തിയ മുട്ടുവേദനയില്ല, തലവേദനയില്ല, ക്യാൻസറും ഇല്ല, കിഡ്നി രോഗമല്ല, ഒരു പ്രശ്നമല്ല, ഒരു അസമാധാനമല്ല, ഒരു അശാന്തിയും ഇല്ല, ഒന്നുമില്ല. അവിടെ എത്തണം. അതാണ് സന്തോഷകരമായ ജീവിതം എന്ന് പറയുന്നത്. ദുനിയാവാണോ? ദുഃഖങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ ഉണ്ടാകും, കൂട്ടത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ അവിടെ ഉണ്ടാവും. അതിനോട് നമ്മൾ സമരസപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പനി നമുക്ക് തന്നാല്, ഞാൻ ഒറ്റ കാര്യം പറയാം, നമുക്കൊന്ന് പനിച്ചു, പനിച്ച ഒരു പരമാവധി വന്ന ഒരാഴ്ചയല്ലേ പനിക്കുക. നമ്മൾ എന്താ പറയാ, റെസ്റ്റ് എടുത്തു, കുറച്ച് നേരം കുറച്ച് കടന്നു, റെസ്റ്റ് എടുത്ത് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇറങ്ങിയില്ല, ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ച് പാരസിറ്റമോളൊക്കെ കഴിച്ച് ഒരാഴ്ച ആയപ്പോഴേക്കും രോഗം മാറി. ഈ മനുഷ്യന് രോഗം വരുന്ന സമയത്ത് അള്ളാഹു 3 മലക്കുകളെ വിളിച്ചിട്ട് പറയും. ഒരു മലക്കിനോട് പറയും, ആ മനുഷ്യന്റെ ആസ്വാദന ശേഷി, രുചിക്കാനുള്ള കഴിവ് പിടിച്ചു കൊണ്ടുപോകാന്ന് പറയും. അത് പിടിച്ചു കൊണ്ടുവരും. അതോടുകൂടി പിന്നെ ഭക്ഷണത്തിന് എന്തുണ്ടാവില്ല? ടേസ്റ്റ് ഉണ്ടാവില്ല. മറ്റേ മലക്കിനോട് പറയും, അവന്റെ ആഫിയത്ത് പിടിച്ചു കൊണ്ടുപോകാന്ന് പറയും. ആഫിയത്ത് പിടിച്ചുകൊണ്ടുവരും. പിന്നെ ഒന്നിനും കഴിയണില്ല, ടയർഡായി. മറ്റേ മലക്കിനോട് അല്ലാഹു 3-ാമത്തെ മലക്കിനോട് പറയും, എന്റെ അടിമ രോഗിയാണ്, അവന്റെ ചെറിയ പാപങ്ങൾ മുഴുവനും പിടിച്ചു കൊണ്ടുവരണം. മലക്ക് പിടിച്ചുകൊണ്ടുവരും. ഒരാഴ്ചവൻ ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ച് അള്ളാഹു ഷിഫയെ ഉദ്ദേശിച്ച്, ഡോക്ടറെ കാണിക്കട്ടെ കാണിക്കാതിരിക്കട്ടെ, അള്ളാഹു ഷിഫയെ ഉദ്ദേശിച്ചു. അള്ളാഹു ഈ മനുഷ്യന് രോഗശമനം കൊടുത്തു. 1-ാമത്തെ മലക്കിനോട് വിളിച്ചിട്ട് പറയും, എൻ്റെ അടിമക്ക് ഞാൻ ഷിഫ കൊടുത്തിട്ടുണ്ട്, ആ ആസ്വാദന ശേഷി മടക്കി കൊടുക്കണം. അപ്പം അത് മടക്കി കൊടുത്തു. ഓന് പിന്നെ നല്ല ടേസ്റ്റ്, പിന്നെ നാവിൻ്റെ കൈപ്പൊക്കെ മാറിയിട്ടുണ്ട്, നല്ല റാഹത്തുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. 2-ാമത്തെ മലക്കിനോട് പറയും, ഓൻ്റെ ആഫിയത്ത് മടക്കി കൊടുക്ക്. അപ്പോൾ ഓന് പിറ്റേന്ന് മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങി. 3-ാമത്തെ മലക്കിനോട് പറയും, എൻ്റെ അടിമക്ക് പനിച്ചപ്പോൾ 3 ദിവസം മോന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ പിടിച്ചുകൊണ്ട് വന്ന പാപങ്ങൾ ഒന്നും മടക്കി കൊടുക്കരുത്, അത് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതാണ് മുഅ്മിനീങ്ങളെ നമ്മളെ പഠിച്ചവന്. നമ്മൾ ഇങ്ങനെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. നമുക്കൊരു സ്വഭാവമുണ്ട്, കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നമ്മൾ കുട്ടികളോട് പറയേ, പിന്നെ നോണ അറിയാൻ പറ്റൂല, പഠിച്ചോൻ തിജിക്കാണ്ടിടും. എത്ര വയസ്സുള്ള കുട്ടീനോട്? 5 വയസ്സുള്ള കുട്ടിനോട് പറയുന്ന വർത്താനാണ്. ചെറുപ്പം മുതലേ കുട്ടിനോട് ഇതാ പറഞ്ഞ് പേടിപ്പിക്കേണ്ടത്. പഠിച്ചോൻ തിജിലിടും, പഠിച്ചോൻ ശിക്ഷിക്കും, പഠിച്ചോൻ അങ്ങനെയാക്കും, പഠിച്ചോൻ അങ്ങനെയാക്കും. ഈ കുട്ടിന്റെ മനസ്സിൽ എന്ത് മഹബത്താ റബ്ബിനോട് ഉണ്ടാകുക? ആ കുട്ടിന്റെ മനസ്സിൽ പഠിച്ചോനൊരു ഭീകരവാദിയാണ്, ഒരു തീവ്രവാദിയാ. കാരണം ഒരു ദയയില്ലാത്ത എന്ത് ചെയ്താലും തീയിലിടുന്ന ആള്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കരുത് കുട്ടികൾക്ക്. അള്ളാഹു കാരുണ്യത്തിന്റെ കടല, റഹ്മാനാണ്, റഹീമാണ്. ആ റബ്ബിന് നമ്മളോട് വല്ലാത്ത മഹബത്താണ്. ആ മഹബത്ത് തിരിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മള്. അപ്പോഴേ നമ്മുടെ ഈമാനിന് രസമുണ്ടാകുള്ളൂ. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാനോട് മഹബത്ത് പോരാ, നമ്മുടെ ഹബീബ് കരളിന്റെ കാതലായ ചങ്കില ചോരയായ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മുഹമ്മദുർ റസൂലുള്ളാഹ്.
എത്രയാ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, എത്രയാ നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞത്, എത്രയാ നമുക്ക് വേണ്ടി സുജൂദിൽ കടന്നത്. ഇനിയും അതാ 3 ആഴ്ച, കൃത്യമായി 3 ആഴ്ച ദീർഘമായി സുജൂദിൽ കടക്കാൻ പോവാണ് നാളെ മഹ്ശറിൽ നമുക്ക് വേണ്ടി ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മള് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇൻ ളഅയാ സയ്യിദി ഖൈറൻ നബി സല്ലി അസ്സലാത്തു. ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ ശഫാഅത്ത് കിട്ടുക? നബി തങ്ങൾ നാളെ സുജൂദിലേക്ക് അങ്ങോട്ട് വീഴും. മഹ്ശറയിൽ വെച്ച് സുജൂദിലേക്ക് അങ്ങോട്ട് വീഴും. നമ്മൾ വിചാരിച്ചത് നമ്മളെ പോലത്തെ 3 വട്ടം സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് ചൊല്ലുന്ന സുജൂദല്ല. ഒരു സുജൂദിന്റെ ദൈർഘ്യം സുബ്ഹാനല്ലാഹ് ഒരാഴ്ചത്തെ ദൈർഘ്യമാണ്. ഒരാഴ്ച സുജൂദിലാണ് മുഹമ്മദ് മുസ്തഫ. എന്താ പണി? കരച്ചിലോട് കരച്ചിൽ. ഒരാഴ്ച കരയാ, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും 2ാമത്തെ സുജൂദ്, അതിനും ഒരാഴ്ചത്തെ ദൈർഘ്യം. വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും സുജൂദിൽ വീഴും. 3ാമത്തെ ആഴ്ചയും കടക്കും. 3 ആഴ്ച സുജൂദിൽ കടക്കും. അള്ളാഹ്ക്ക് സങ്കടാകും. യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത ഇശ്ഫഅ തുശഫഅ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം ഉണ്ടാവും. നബിയെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ നീക്കും, ചോദിക്കും, ഞാൻ തരാലോ. അപ്പോഴാണ് മുത്തുനബി പറയാ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ പടച്ചോനെ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. മുത്തനബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണമേ റബ്ബേ. ഇങ്ങനത്തെ ഒരു മനുഷ്യന് വേറെ ആരെ നമുക്ക് കിട്ടുമോ? മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉമ്മാക്ക് ഇതിന് പറ്റുമോ? ബാപ്പാക്ക് ഇതിന് പറ്റുമോ? നമ്മുടെ ഹബീബിനല്ലാതെ. ആ ഹബീബിനോട് നമുക്ക് മഹബത്ത് വേണ്ടേ? സിദ്ദീഖ് തങ്ങൾ രക്ഷപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചപ്പോഴല്ലേ? അല്ലാഹ് തിരിച്ചു കൊടുക്കും ചെയ്തല്ലോ ആ സ്നേഹം. അള്ളാന്റെ ഹബീബിനോട് സിദ്ദീഖ് തങ്ങൾ കാണിച്ച സ്നേഹത്തെ പറ്റി മഹാനാ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പുണ്യനബിക്ക് മക്കത്ത് ജീവിക്കാൻ സ്വൈരമില്ലാതെ വന്നപ്പോ, മദീനയിലേക്ക് ഹിജറ പോകാൻ അനുവാദം കിട്ടിയപ്പോ ആദ്യം നബി തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് വീട്ടിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത ബേജാറ് തോന്നി. വിളിച്ചിരുത്തി, ക്ഷണിച്ചിരുത്തിയിട്ട് ചോദിച്ചു, നബിയേ, ഈ സമയത്ത് എന്തേ അങ്ങ് വീട്ടിലേക്ക് വന്നത്? ഒന്ന് പറയോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, എനിക്ക് ഹിജറ പോവാൻ അനുവാദം കിട്ടിയിട്ടുണ്ട് സിദ്ദീഖേ. മദീനത്തേക്ക് ഹിജറ പോകാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞ ഉടനെ സിദ്ദീഖ് തങ്ങളുടെ ചോദ്യം, മൻ മഅക യാ റസൂലല്ലാഹ്? നിങ്ങളെ കൂടാരാ? നിങ്ങളെ കൂട്ടിനാരാ? ഒറ്റക്കാ പോണത്? കൂടാരെങ്കിലും ഉണ്ടോ? അപ്പൊ ഹബീബിന്റെ മറുപടി, അന്ത യാ സിദ്ദീഖ്, നിന്റെ കൂടെ നിങ്ങളാണ് പറഞ്ഞു. ഇതാണ്ട് കേട്ടപാടാണ്ട് തുടങ്ങി കരച്ചില് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എങ്ങട്ടാ പോണത്? മൈസൂർക്ക് ടൂർ പോവുകയല്ല, ഊട്ടിക്ക് പോവുകയല്ല, ഹിജറ പോവുകയാണ് മദീനത്തേക്ക്. ശത്രുക്കളെ പേടിച്ചിട്ട് ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ഉള്ള എന്താ പറയാ, പിന്നെ സ്ഥലം മുഴുവനും താണ്ടിക്കടന്ന് ദുർഘടമായ പാതയിലൂടെ ശത്രുക്കളെ പേടിച്ചുകൊണ്ട് 500ഓളം കിലോമീറ്റർ നടക്കണം. സിദ്ദീഖ് തങ്ങളുണ്ട് കരയാൻ തുടങ്ങി. എന്താ കരയാൻ കാരണം? സന്തോഷത്തിന്റെ കരച്ചില. ആയിഷ ബീവി പിന്നീട് പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സന്തോഷം വന്നാൽ ഇങ്ങനെയൊക്കെ കരാൻ കഴിയുമെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് എൻ്റെ വാപ്പാൻ്റെ കരച്ചിൽ കണ്ടപ്പോഴാണെന്ന്. അതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു. സന്തോഷം കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ കരയുന്ന എനിക്കറിയില്ലായിരുന്നു. അന്നിന്റെ വാപ്പാന്റെ കരച്ചിൽ കണ്ടപ്പോഴാണ് സന്തോഷം കൊണ്ടൊരു മനുഷ്യൻ ഇത്ര കൂടുതൽ കരയുമെന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് സയ്യിദത്തുനാ ആയിഷത്തു തുഹ്റാ. അങ്ങനെ മുത്തുനബിനെ സ്നേഹിച്ചു. ആ യാത്ര പോണ സമയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒന്ന് അങ്ങോട്ടോടും ഒന്ന് ഇങ്ങോട്ടോടും. ഒരു വെപ്രാളം സിദ്ദീഖ് തങ്ങൾക്ക്.
നബി തങ്ങൾ കൂടെ നടക്കുകയല്ല, ശാന്തമായി നടക്കുകയല്ല. ഒന്ന് മുന്നോട്ടോടും, ഒന്ന് അങ്ങോട്ടോടും, ഒന്ന് വലത്തോട്ട് ചാടും, പിന്നെ ഒന്ന് ഇടത്തോട്ട് ചാടും. എന്താ സിദ്ദീഖേ നിങ്ങൾ കാട്ടണത്? നബിയെ, ആരെങ്കിലും വല്ല കല്ലെടുത്തേറിയ മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ, അമ്പയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം എൻ്റെ മേത്ത് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാണ്. ഇതാണ് മുഹബ്ബത്തുർ റസൂൽ. അല്ലാമ ഇക്ബാൽ പറഞ്ഞില്ലേ, परवाने को चराग है बुलबुल को फूल बस सिद्दीक के लिए है खुदा का रसूल बस परवाने को चराग है പ്രാണികൾക്ക് വെളിച്ചം മതി. बुलबुल को फूल बस बुलबुल പക്ഷിക്ക് പുഷ്പം മതി. സിദ്ദീഖ് के लिए है खुदा का रसूल बस സിദ്ദീഖ് തങ്ങൾക്ക് പുണ്യ നബി മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അണ്ട് സ്നേഹിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹം തിരിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ നബി, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താ? 24 മണിക്കൂറും സലാം കിട്ടുന്ന ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. നമ്മളെ നാട്ടിലത്തെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴാണ് സലാം കിട്ടുക? ഒരു വെള്ളിയാഴ്ച കിട്ടും. പിന്നെ ആരെങ്കിലുമൊക്കെ അസ്സലാമു അലൈക്കും, അറിയുന്ന ആൾക്കാർ അസ്സലാമു അലൈക്കും ദാറഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് ഖബർസ്ഥാനിൽ കിടന്നാൽ കിട്ടും. സിദ്ദീഖ് തങ്ങൾക്ക് 24 ഹവേഴ്സും 365 ദിവസവും സലാം കിട്ടുകയാണ്. എന്തുകൊണ്ട്? കടക്കുന്നത് ഹബീബിൻ്റെ അടുത്താണ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരടി അങ്ങോട്ട് മാറി നിന്ന് പിന്നെ പറയണത് അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. മഹബ്ബത്ത് നബി തങ്ങൾ കണ്ട് തിരിച്ചു കൊടുത്തു. വഫാത്താകുമ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഇന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് ഇന്നെ കൊണ്ടുപോവുക. അതിൻ്റെ മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, ജന്നത്തുൽ ബഖീയിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഖബർ കുഴിക്കണം. റസൂലുള്ളാഹിന്റെ അടുത്ത് എനിക്കൊരു ഖബർ കുഴിക്കണം. നിന്റെ ജനാസ കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട ആ ഹുജറത്തു ഷരീഫയുടെ കവാടത്തിനടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ റസൂലുള്ളാഹിനോട് പറയണം, നബിയെ, ഇത് നിങ്ങളെ സ്വാഹിബ് സിദ്ദീഖ് തങ്ങളെ ജനാസയാണ്, നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി മറമാടാനാണ് പറഞ്ഞത് നിങ്ങൾ പറയണം. എന്നിട്ട് നബി തങ്ങളെ ഭാഗത്ത് നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രം അവിടെ വെക്കുക, ഇല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി മറമാടുക. ആൺകുട്ടികളെ വർത്താനാണ്. സ്വഹാബത്ത് മയ്യത്ത് കുളിപ്പിച്ചു, ജനാസ നിസ്കരിച്ചു, കൊണ്ടുപോയില്ല. ഹളറത്ത് റസൂലില്ലാഹ് ഹബീബിന്റെ ഹുജറത്തു ഷരീഫയുടെ കവാടത്തിന്റെ അടുത്ത് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ ജനാസ വെച്ചിട്ട് സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ സ്വാഹിബായ സിദ്ദീഖിന്റെ ജനാസയാണ് തങ്ങളെ. അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ ഇവിടെ വെക്കാനാ ഞങ്ങളോട് പറഞ്ഞത്, ഇല്ലെങ്കിൽ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി മറമാടാനാ പറഞ്ഞത്. ഇതങ്ങ് പറയേണ്ട താമസം പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട മുത്തുനബിയുടെ ഖബർ ഷരീഫിന്റെ അകത്ത് നിന്ന് കേൾക്കുന്ന അശരീരി എന്താണെന്നറിയോ? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ ഹബീബിന്റെ അടുത്ത് തന്നെ കൊണ്ടുവെക്കൂ സ്വഹാബ. മുതലായില്ലേ? സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് സിദ്ദീഖ് തങ്ങൾക്ക് മുതലായില്ലേ? ഇനി എന്താ വേണ്ടത്? അങ്ങനെയാണ് സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് കടന്നത്. അപ്പൊ അള്ളാഹിനെ സ്നേഹിച്ചാൽ അള്ളാഹ് സ്നേഹിച്ച് തിരിച്ചു തരും, ഉറപ്പ്, ഒരു സംശയവും വേണ്ട. അള്ളാഹു കൈവിടൂല. പക്ഷെ അള്ളാഹിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് പിഴവ് പറ്റരുത്, അതേ പ്രശ്നമുള്ളൂ. അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ലാത്ത ജീവിതം തരുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഖുർആനിൽ ഒരു ആയത്തുമില്ല, ഒരു ഹദീസിലും ഇല്ല. മുഅ്മിനാണോ പരീക്ഷണങ്ങൾ അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണാണ്. ജ്യൂസ് പോലെ എന്നെ പിഴിയാണ്. അള്ളാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കാനാണ്, എൻ്റെ ദറജ ഉയർത്താനാണ്, എന്നെ സ്വർഗത്ത് കടത്താനാണ് എന്ന് നമ്മൾ വിചാരിക്കണം. വലിയ വലിയ മഹാന്മാർക്കൊക്കെ വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടായിട്ടില്ലേ? വലിയ വലിയ അസുഖങ്ങൾ. നിങ്ങളെന്താ മനസ്സിലാക്കി? ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതല്ലേ? ഓലൊക്കെ ആരാ? ഓലൊക്കെ മോശക്കാരാ? അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ഫദ്ൽ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഞാൻ ദീർഘിക്കണില്ല. 9:30 മണിയായി. മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനമായി പറയുന്നത്, പരിശുദ്ധമായ റജബാണ് വരുന്നത്. ഒന്നാമതായി ഫസ്റ്റ്
ഒറ്റ രാവ് നമ്മൾ നല്ലോണം ഹയാത്താക്കുക. അള്ളാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ രാവ് ഒരു പക്ഷേ ശനിയാഴ്ച രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ ഞായറാഴ്ച മഗ്‌രിബിന് ശേഷമുള്ള രാത്രി ആയിരിക്കും. റജബ് 1 രാവ് നല്ലോണം നമ്മൾ അള്ളാഹിനോട് ദീർഘ, പ്രത്യേകിച്ച് റമളാനിൽ ആഫിയത്ത് നമുക്ക് കിട്ടണം, റമളാനിൽ ദീർഘായുസ്സ് കിട്ടണം, നമുക്ക് ആ റമളാനെ വേണ്ടതുപോലെ മുതലാക്കണം. അതിന് റബ്ബിനോട് തൗഫീഖിന് വേണ്ടി, സഹായത്തിന് വേണ്ടി ആവശ്യപ്പെടുക. അതോടൊപ്പം പരിശുദ്ധമായ റജബിൽ ഡെയിലി ഒരു 100 വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ ചൊല്ലുക. നിങ്ങൾ ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ചൊല്ലുന്നവരായിരിക്കും. ആരും ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത ആരും ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ. എന്നാലും റജബ് മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി ഡെയിലി ഒരു 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒന്നെങ്കിൽ അങ്ങനെ ചൊല്ലുക, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുക. ഇനി ചിലപ്പോൾ അതിനേക്കാളും വലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ അറിയുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളിയും. അത് ഒന്ന് ചൊല്ലിയാറുള്ള കൂലി എത്രയാ? ഒന്ന് ചൊല്ലി അറിയുന്ന ആളുകൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. പ്രഭാത സമയത്ത് ഇത് ഒരു തവണ ചൊല്ലുകയും ആ മന്ന് മഗ്‌രിബിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇനി ഞാൻ കൂടുതൽ വഴന്നു പറയേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, യദുഖുലുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് കടക്കുന്നാണ്. ഈ ഹദീസിൽ യദുഖുലു എന്നല്ല പറഞ്ഞത്, ദഖല എന്നാ പറഞ്ഞത്. കടന്നു, നോ എനി ഡൗട്ട്. രാവിലെ ഒരു വട്ടം ചൊല്ലുക, നല്ല ഈമാനോടെ, നല്ല ബോധത്തോടെ, നല്ല മനസാന്നിധ്യത്തോടെ ഒറ്റ തവണ ചൊല്ലിയാൽ അന്ന് മഗ്‌രിബിന് മുമ്പ് മരിച്ചോ സ്വർഗോറപ്പ. മഗ്‌രിബിന് ശേഷം ഒരു വട്ടം ചൊല്ലുക, ആ രാത്രി സുബ്ഹിന്റെ മുമ്പ് മരിച്ചോ ദഖലൽ ജന്ന എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നുകിൽ നമ്മൾ പകല് മരിക്കും, അല്ലെങ്കിൽ രാത്രി മരിക്കും. എപ്പോൾ മരിച്ചാലും ഡെയിലി ഇതൊരു തവണ നമ്മൾ ചൊല്ലണം, പതിവായി ചൊല്ലേണ്ടതാണ്. പ്രത്യേകിച്ച് റജബ് മാസത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ ചൊല്ലാൻ നോക്കുക. അങ്ങനെ വന്നാൽ ഇൻഷാ അല്ലാഹ് ശഅബാൻ ആകുമ്പോൾ ക്ലിയർ ആവും. പിന്നെ ശഅബാനിൽ കുറച്ച് സ്വലാത്ത് അങ്ങ് ചൊല്ലുക. കാരണം ശഅബാൻ റസൂലുള്ളാഹിന്റെ മാസല്ലേ. ശഅബാൻ എൻ്റെ മാസാണ്, അത് സ്വലാത്തിന്റെ മാസാണ്. ഇന്നല്ലാഹ വ മലായികത്തുഹു എന്ന ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് ഇറങ്ങിയത് ശഅബാനിലാണ്. അത് സ്വലാത്തിന്റെ മാസമാണ്, അത് മുത്തുനബിന്റെ മാസമാണ്. ആ സ്വലാത്ത് കണ്ട് ചെല്ലുമ്പോൾ ബാക്കി വല്ല കറകളുണ്ടെങ്കിൽ ഒക്കെ കണ്ട് പോയിട്ട് സ്ഫടിക സമാനമായ കൽബോടുകൂടി റമളാനിലേക്ക് കണ്ട് കടന്ന് ആ റമളാൻ നമ്മളുണ്ട് ഉഷാറാക്കിയ ഇൻഷാ അല്ലാഹ് ശവ്വാലാകുമ്പോഴേക്കും രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ റജബും ശഅബാനും നമ്മൾ അശ്രദ്ധമായിട്ട് തോന്നുന്ന പോലെ ജീവിച്ചിട്ട് റമളാൻ 1 ഉഷാറാക്കാന്ന് വിചാരിച്ചാൽ നടക്കാൻ പോണ കാര്യമല്ല. ഒരുങ്ങേണ്ടത് റജബിലാണ്, ഒരുങ്ങേണ്ടത് റജബ് 1 അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാം മങ്കൂസ് മൗലൂദിൽ ആദ്യ ബൈത്തൊന്ന് ചൊല്ലി. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. നക്ഷത്രങ്ങൾക്കിടയിലെ പൗർണമി പോൽ തെളിവുറ്റോരേ, അതിനേക്കാൾ ശറഫുള്ളോരേ, എന്നേതാവേ തിരുനബിയേ അസ്സലാത്തു. അന്ത ഉമ്മുൻ അം ആബോ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തങ്ങൾ ഞങ്ങളെ മാതാവോ
അഥവാ പ്രിയരാം പിതാവോ കണ്ടില്ല അവരിരുവരിലും തങ്ങളെ ശോഭ തിരുനബിയേ അസ്സലാത്തു الشفيع الأبطاحي والحبيب أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي തങ്ങൾ ഞങ്ങളെ രക്ഷിക്കും നാളെ നല്ല ശഫാഅത്തായി തങ്ങളെ പോലാരുണ്ടതിനായി എന്നേതാവേ തിരുനബിയേ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനം അറ്റമില്ല കയറി ഞാൻ തങ്ങളോടന്യായമായി എന്നേതാവേ തിരുനബിയേ മൗലായ സ്വല്ലി إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي മോഹിക്കുന്നു ഞങ്ങളെല്ലാം തങ്ങളെ ഹൗദിൻ കൂജകളെ ഗ്രന്ഥം വിതരണം ചെയ്യും നാൾ എന്നേതാവേ തിരുനബിയേ ഹസ്ബി റബ്ബി الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي ഭീകരമായ ഖിയാമത്ത് നാൾ അങ്ങ് ശുപാർശ ചെയ്തിടണേ അതു പാഴായാൽ കഷ്ടം മഹാ എന്നേതാവേ തിരുനബിയേ ഹസ്ബി റബ്ബി الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي വാനിൽ താരക കൂട്ടങ്ങൾ മിന്നിത്തിളങ്ങും നാളുകളിൽ നന്മകളെല്ലാം നബിയുടെ മേൽ എന്നേതാവേ തിരുനബിയേ അസ്സലാത്തു മുഅ്മിനീങ്ങളെ നമ്മൾ ദ്വാരക്കാൻ പോവാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അള്ളാഹിൻ്റെ മദ്ഹ് പറഞ്ഞ, മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞ, മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്. മഹാൻ്റെ ചാരത്താണ്.
വെള്ളിയാഴ്ച രാവാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമക്കൾ ആമീൻ പറയുന്ന സദസ്സാണ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? അയ്യക്കൂന മൂക്കിനമ്പിൽ ഇജാബ. ഞാൻ എൻ്റെ റബ്ബിനോട്, എൻ്റെ യജമാനോട് ചോദിക്കാണ്, ഉത്തരം ഉറപ്പാണ് എന്നുള്ള ബോധത്തോടുകൂടി, ദൃഢമായ വിശ്വാസത്തോടു കൂടി നമ്മൾ ചോദിക്കുക. അള്ളാഹു നമുക്ക് ഇജാബത്ത് തരട്ടെ.